വസ്ത്രം തൊടുന്നതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ വർഷം നമുക്ക് ഒത്തുകൂടുവാൻ ഇത്രയും പോലും സാധിച്ചില്ല. ഏതാണ്ട് 2 വർഷമായി മനുഷ്യ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു. ഒരുപക്ഷെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിന് മാറ്റങ്ങൾ സംഭവിച്ചില്ല എങ്കിലും ജീവിതയാത്രയിൽ, ജീവിത സാഹചര്യങ്ങളിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ച് മുൻപോട്ട് പോകുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരിടവകയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പെരുന്നാളെന്ന് പറയുന്നത് ഏറ്റവും ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ നാളാണ്. എല്ലാവിധമായ ദൈവികമായ അനുഭവങ്ങളോടും ആഘോഷങ്ങളോടും ഇടവക ജനങ്ങൾ ഒന്നിച്ച് കൂടി ആ ഇടവകയുടെ അവൻ പിതാവിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധൻ്റെ അല്ലെങ്കിൽ ശുദ്ധിമതിയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച് ഇടവക ഒന്നായി കൂടി ആഘോഷിക്കുന്ന അനുഗ്രഹീതമായ നാളുകളാണ് പെരുന്നാളുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ നമുക്ക് വേണ്ട പോലെ ആ കാര്യങ്ങളിൽ വ്യാപൃതരാകുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമായ ഒരു സംഗതിയാണ്. ഇന്നും നിയന്ത്രണങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഗവൺമെന്റിന്റെ നിയന്ത്രണം, മറ്റ് പ്രവർത്തകരുടെ നിയന്ത്രണങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വർഷത്തെ പെരുന്നാളിന്റെ പ്രഥമ കൺവെൻഷൻ നമ്മൾ ആരംഭിക്കുന്നതെന്നുള്ളതും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിലും സർവശക്തനായ ദൈവം ഈ സന്ധ്യയ്ക്ക് ഇത്രയും പേരെ ഈ ദേവാലയത്തിന്റെ അങ്കണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ദൈവവചനത്തിൽ നിന്ന് അല്പകാര്യം കേൾപ്പാനും മനസ്സിലാക്കുവാനും അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ശക്തിയേകുവാനുമുള്ള ഒരു വലിയ അവസരം സർവശക്തൻ നമുക്ക് ഒരുക്കി തന്നതിനായിട്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ജീവിതത്തെപ്പറ്റി ഒരു വളരെ ഗൗരവമായും ആഴമായും ചിന്തിക്കുന്നതായ ഒരു വ്യക്തി തന്റെ അനുഭവത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മനുഷ്യ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദ്യം. ജീവിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുന്നത് മറ്റാരുമല്ല, സഭാപ്രസംഗിയാണ്. ജീവിതം കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ, ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ഭക്തനായ സഭാപ്രസംഗി പറഞ്ഞിട്ട് അവസാനം പറയുന്നു, ആ മായ സകലവും മായ എന്ന്. ഒരു ഇരുട്ടുമുറിയിൽ നിന്ന് പറന്നു വരുന്ന ഒരു പക്ഷി അത് കുറച്ചു നേരം വിഭ്രാന്തിയോടെ പറന്നതിന് ശേഷം വീണ്ടും അത് വേറൊരു സ്ഥലത്തേക്ക് പറന്നു പോകുന്നത് പോലെ അല്ലയോ ജീവിതമെന്നും അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തെ സഹപ്രവർത്തകരായി ദൈവം തീരുമ്പോൾ മാത്രമാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ ലാഭമായിട്ട് തീരുന്നത്. നാം തനിയെയുള്ള പ്രവർത്തനം പലപ്പോഴും ദുഷ്കരമാണ് എന്നുള്ളതും പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാകുമ്പോൾ, ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായി ദൈവികമായ ശക്തി ലഭിക്കുകയും നമ്മുടെ പ്രയത്നങ്ങൾ ഫലകരമായി തീരുകയും ചെയ്യും. ദൈവം കൂട്ടുവേലക്കാരനാകാതിരിക്കുമ്പോൾ നമ്മുടെ അധ്വാനം പലപ്പോഴും വൃഥായാണ്. പ്രയത്നം, അതിന്റെ ഫലം നാം പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് കിട്ടുകയില്ല. ഗലീല കടൽ തീരത്തെ രാത്രി മുഴുവനും മീൻ പിടിക്കാൻ പോയ മുക്കുവർക്ക് ഒന്നും ലഭിച്ചില്ല. കാരണം ദൈവം കൂട്ടുവേലക്കാരനായി, കൂട്ടുസഹായിയായി, സഹപ്രവർത്തകനായി അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷെ നേരം പുലരുമ്പോൾ പടകിന്റെ വലതുഭാഗത്ത് വീശുക, നിങ്ങൾക്ക് വളരെയധികം കിട്ടും എന്ന് പറഞ്ഞ് വലതുഭാഗത്ത് വീശി സമൃദ്ധിയായ മീൻകൂട്ടൻ ലഭിക്കുമ്പോൾ ദൈവം സഹപ്രവർത്തകനായി അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ദൈവം കൂട്ടുവേലക്കാരനായി അല്ലെങ്കിൽ കൂട്ടുപ്രവർത്തകനായി, സഹപ്രവർത്തകനായി നമ്മോടൊപ്പം ഉണ്ടാകുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ഏത് അധ്വാനവും, ഏത് പ്രയത്നവും, ജീവിതത്തിന്റെ ഏത് അനുഭവവും ഫലകരമായിട്ട് തീരുകയുള്ളൂ. അതല്ല എങ്കിൽ ആ കാക്ഷിക്കുന്നത് പോലെയുള്ള ഫലം അവിടെ നമുക്ക് ലഭിക്കുകയില്ല. ഓരോ ദൈവിക വചന ശുശ്രൂഷയും എന്ന് പറയുന്നത് ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്ന ജീവിത അനുഭവങ്ങളായിട്ട് തീരണം. വെറുതെ കേട്ടിട്ട് തിരികെ പോകുന്ന അനുഭവമല്ല. ഈ ഞാൻ പറയുന്നത് നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണ്. എന്നും വചനം കേൾക്കണം, അതുപോലെ ജീവിക്കണം, അതല്ലെങ്കിൽ വെറുതെയാണെന്നുള്ളതൊക്കെ നൂറ്റാണ്ടുകളായി വചന ശുശ്രൂഷ രംഗങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന അനുഭവമാണ്.
അതിന്ന് വീണ്ടും ഞാനും ഉദ്ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എത്ര കണ്ട് ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവന്ന് ദൈവികമായ ബന്ധത്തിലും ദൈവസംസർഗത്തിലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് നാം തന്നെ ചിന്തിക്കണം. നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തികൾ, ഇടപെടലുകൾ ഒക്കെ ദൈവം തമ്പുരാൻ സസൂക്ഷ്മം നോക്കുന്ന ഒരു ജീവിതാനുഭവമാണ്. ആയതിനാൽ ദൈവത്തെ നമ്മുടെ സഹപ്രവർത്തകനായി, സഹപാഠിയായി, സഹായകനായി, പ്രവർത്തകനായിട്ട് മാറ്റി ധന്യമായ അനുഗ്രഹീതമായ ഫലം കൊയ്യുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. 2022 പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള ഈ പെരുന്നാൾ വചന ശുശ്രൂഷ ഇന്ന് ആരംഭിക്കുക. ഈ വചന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവാസം കൂടുതലായി ലഭിക്കാൻ തക്കവണ്ണം എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുക. ഏറ്റവും ബഹുമാനായിരിക്കുന്ന ഇടവക അംഗമായിരിക്കുന്ന ഗീവർഗീസ് തോണച്ചൻ, വേലിശ്ശേരി സെന്റ് മേരീസ് ഈസ്റ്റ് സെന്റ് ഗീവർഗീസ് ഈസ്റ്റ് പള്ളിയുടെ വികാരി, ഈ ഇടവകയുടെ അംഗവും ഈ ഇടവകയുടെ ആത്മീയ ഭൗതിക കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി ബലഹീനരാകുന്ന ഞങ്ങളോട് ആശയവിനിമയം നടത്തുകയും വേണ്ടതായ സഹായങ്ങളും സഹകരണങ്ങളും തന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന വന്യദേഹമാണ് വന്യനായ ഗീവർഗീസ് തോണച്ചൻ. അച്ഛന്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. സന്ധ്യാനമസ്കാരത്തിനും സന്ധ്യാനമസ്കാരത്തിന് നേതൃത്വം നൽകി ഏറ്റവും ബഹുമാനായിരിക്കുന്ന ഗീവർഗീസ് തോണച്ചനെ വളരെ ആദരവോടെ ഈ ലോകത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം ഇവിടെ ആഗ്രഹനായിരിക്കുന്നത് കാരയ്ക്കൽ സ്വദേശിയും ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ഒരു വൈദികനും ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ഭദ്രാസന സെക്രട്ടറിയുമായി സുദീർഘമായ സേവനമനുഷ്ഠിക്കുന്ന വന്യനായ മാത്യു എബ്രഹാം കാരയ്ക്കൽ അച്ഛനാണ്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ 2018 ഓഗസ്റ്റ് മാസത്തിൽ അഭിനന്ദനായ തോമസ് മാർ ദാനാസു തിരുമേനി ഈ ലോകവാസം വെടിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അതിന് അല്പം മുമ്പാണ് അച്ഛൻ ഭദ്രാസന സെക്രട്ടറി ആയിട്ട് സാന്നിധ്യം ഏറ്റെടുക്കുന്നത്. തുടർന്നുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സമ്മിശ്രങ്ങളായ കാലഘട്ടങ്ങളായിരുന്നു. തിരുമേനിയുടെ വേർപാട്, വെള്ളപ്പൊക്കം, പകർച്ചവ്യാധികൾ എന്ന് വേണ്ട വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഈ സഭയില് അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടായപ്പോൾ ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ചുമതല വഹിച്ചത് വാണ്ടർ മാത്യു അച്ഛനാണ്. ആ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലും പ്രതിസന്ധി എന്തെന്നറിയിക്കാതെ ഭദ്രാസനത്തിന്റെ സുദീർഘമായ മുന്നേറ്റത്തിന് ശക്തമായ നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ അഭിനന്ദനം അറിയിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് ഇവിടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി നേട്ടങ്ങൾ, ഒത്തിരി ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഭദ്രാസനത്തിന്റെ ഇന്ന് കാണുന്നതായ പകിട്ടും ഓടിയും അതിന്റെ വളർച്ചയും ഒക്കെ വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് ചിന്തിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഭാഗത്ത് കടന്നു വരുവാനായിട്ട് ഇടയാകും. താമസിക്കാതെ ഭദ്രാസനം താൽക്കാലിക ഓഡിറ്റോറിയവും അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഉടനെ ഉണ്ടാകാനുള്ള സാധ്യത ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭദ്രാസനത്തിന്റെ ബുക്ക് ഷോപ്പ് വളരെയധികം കാലമൊക്കെ അവിടെ ആഗ്രഹിച്ചുവെങ്കിലും അത് സ്വായത്തമാക്കുവാൻ അച്ഛന്റെ കാലഘട്ടത്തിലാണ് സാധിച്ചത്. വളരെയധികം ഭംഗിയായിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായി സഭയുടെ എല്ലാവിധമായ അവശ്യ സാധനങ്ങളും നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങൾ ദീർഘദൃഷ്ടിയോടുകൂടി ദർശനത്തോടുകൂടി ഭദ്രാസനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു എബ്രഹാം കാരയ്ക്കൽ അച്ഛൻ ഈ പ്രഥമ ദിവസം വചന ശുശ്രൂഷയ്ക്കായി ഇവിടെ എത്തി നമ്മെ അനുഗ്രഹിക്കുന്നു. ഏറ്റവും ബഹുമാനായിരിക്കുന്ന മാത്യു എബ്രഹാം അച്ഛനെ വളരെ ആദരവോടുകൂടി ഈ കൺവെൻഷൻ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇടവാംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് സാമുവേൽ അച്ഛൻ എല്ലാ കാര്യങ്ങളും എപ്പോഴും നമ്മോടൊപ്പമുള്ള ഒരു വ്യക്തിയാണ്. വളരെ മറ്റു ഫോർമാലിറ്റികളൊന്നും കൂടാതെ ഏത് സമയത്തും എപ്പോഴും ഏത് സാഹചര്യത്തിലും കൂടെ നിന്ന് ഈ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ബലഹീനരാകുന്ന ഞങ്ങളോട് ചേർന്ന് നിന്ന് ഇടവകയെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട തോമസ് സാമുവേൽ അച്ഛൻ. അച്ഛനെ പുലിയൂർ സെന്റ് മേരീസ് ആൻഡ് സെന്റ് ജോർജ് പള്ളിയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. അതിനായ അച്ഛനെ വളരെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട പോൾസൺ ജോൺ അച്ഛൻ ഈ ഇടവകയുടെ സഹവികാരിയാണ്. ജൂലൈ മാസം മുതൽ
ഈ ഇടവകയ്ക്ക് രണ്ട് വൈദികരെ ഭദ്രാസനം കൽപ്പിച്ച് അയച്ചു കൊടുത്ത് സഹവികാരിയായി പോൾസൺ ജോണച്ചൻ വൈദിക സെമിനാരി ജീവിതത്തിൽ നിന്ന് ഇറങ്ങി അധികം വൈകാതെ തന്നെ ഒരു പള്ളിയുടെ ചുമതലയിലേക്ക് കടന്നു വരുമ്പോൾ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വൈദിക സെമിനാരി പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട തോമസ് അച്ഛന് പലപ്പോഴും പറയാറുണ്ട്, സെമിനാരി പഠിക്കുമ്പോൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ വളരെയധികം സ്വപ്നങ്ങളാണ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, ഒത്തിരി പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് സെമിനാരിയിൽ നിന്ന് ഇറങ്ങും. കാരണം നല്ല തയ്യാറെടുപ്പോടുകൂടിയാണ് സെമിനാരി പഠിച്ച് വളരെ ദീർഘദർശനത്തോടെ ഇറങ്ങി വരുമ്പം സഭ കൊടുക്കുന്നത് 25-30 വീടുള്ള ഒരു പള്ളിയാണ്. ആ പള്ളി ചെന്ന് കഴിഞ്ഞാൽ ഒന്നും പ്രവർത്തിക്കാനില്ല, 2-3 വർഷം അവിടെയൊക്കെ തല്ലിത്തത്തിൽ നിന്ന് ആദ്യത്തെ ശുഷ്കാന്തിയെല്ലാം നഷ്ടപ്പെടുമെന്ന് ഒരു പക്ഷേ തോമസ് അച്ഛൻ പലപ്പോഴും പറയാം. എന്നാൽ തികച്ചും വ്യത്യസ്തമായി ഈ വലിയ ഇടവകയിലേക്കാണ് ബഹുമാനപ്പെട്ട അച്ഛനെ ഒരു സഹവികാരിയായിട്ട് ലഭിച്ചതെന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് വിലയിരുന്നാകുന്നതിനോട് ചേർത്ത് ഇടവകയെ നയിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട പോൾസൺ ജോണച്ചനെയും വളരെ ആദരവോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കടന്നു വന്നിരിക്കുന്ന പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗായക സംഘത്തെ കൃത്യമായിട്ട് ബന്ധപ്പെട്ട ബാബു സാറിന്റെ നേതൃത്വത്തിലുള്ളതായ ഗായക സംഘം നേരത്തെ തന്നെ പഠനം തുടങ്ങി അനുഗ്രഹീതമായ ഗാനം ആലപിച്ചമ്മെ അനുഗ്രഹിക്കുന്നു. ഗായക സംഘത്തെയും വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മാത്യു കാര്യങ്ങളെ വചന ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യും. കർത്താവേ വിശ്വാസപോരിൽ തോൽക്കാതെ അവസാനത്തോളം നീ നിർത്തേണമേ. കർത്താവേ വിശ്വാസപോരിൽ തോൽക്കാതെ അവസാനത്തോളം നീ നിർത്തേണമേ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ അറിയപ്പെട്ടുകൊണ്ട് ഈ ഇടവക മുഴുവനായി വിശുദ്ധമായ പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങളിലേക്കും ഒരുക്കങ്ങളിലേക്കും ഒക്കെ പ്രവേശിക്കുന്ന അതിധന്യമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ. ഓരോ വർഷവും ദൈവമാതാവിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ഒക്കെ പെരുന്നാളുകൾ നാം ആഘോഷിക്കുകയും അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുകയും ചെയ്യുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വലിയ ദിവസമായി ഈ പെരുന്നാളിനെ നാം ഇങ്ങനെ മാറ്റിവെച്ച് അതിനുവേണ്ടി ഒരുങ്ങുന്നതും ആ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ദൈവമാതാവിൻ്റെയും ഒക്കെ മധ്യസ്ഥതയിൽ നാം അഭയപ്പെടുന്നതിൻ്റെയും ഒക്കെ കാരണം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ വിശുദ്ധ പിതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഈ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഇന്ന് നാം ആരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടിരിക്കുന്നോ ആ വിശുദ്ധ ദൈവമാതാവിൻ്റെയും ഒക്കെ ശ്രേഷ്ഠകരമായ ആത്മീയ ജീവിതം എങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ആഴമായി ഒന്ന് പഠിക്കുവാനും വിലയിരുത്തുവാനും അച്ഛനാമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലികൾക്ക് മാറ്റം വരുത്തി ശുദ്ധിമതികളെ പോലെ വിശുദ്ധന്മാരെ പോലെ ദൈവമാതാവിനെ പോലെ അവരുടെ ആത്മീയ ശിക്ഷണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതശൈലികൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ കരുപിടിപ്പിക്കാനുള്ള ഉദാത്തമായ മാർഗങ്ങളായിട്ടാണ്
ഈ പെരുന്നാളിൻ്റെ ദിനങ്ങളെയും പ്രത്യേകിച്ച് വചന ശുശ്രൂഷകളെയും ഒക്കെ പിതാക്കന്മാർ പെരുന്നാളിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുള്ളത്. ആ ഒരർത്ഥത്തിൽ ഇന്നിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നാം ജീവിക്കുമ്പോൾ നാം പരിചയിച്ചിട്ടില്ലാത്ത, നാം ശീലിച്ചിട്ടില്ലാത്ത, നാം ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില ജീവിത ശൈലികൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളിലും നാം ഇന്ന് ശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മുഖാവരണമൊക്കെ ധരിച്ചുകൊണ്ട് ഒരു കൺവെൻഷനിൽ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ സ്വപ്നത്തിൽ പോലും നമുക്കുണ്ടായിരുന്ന ഒരു ചിന്തയല്ല. സാമൂഹിക അകലം പാലിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ കൈകൾ ഒക്കെ നിരന്തരം ശുചിയാക്കുക, ഇതൊക്കെ നമ്മുടെ ചിന്തകളിൽ ഉണ്ടായിരുന്ന ജീവിത ശൈലികളല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ചില ജീവിത ശൈലികൾ നാം അനുവർത്തിക്കേണ്ട ജീവിത സാഹചര്യങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ജീവിത സാഹചര്യത്തെ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഇതിന് പിമ്പിൽ ദൈവത്തിൻ്റെ ചില ഉദ്ദേശശുദ്ധികൾ ഉണ്ട് എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം ശീലിച്ചു വന്നിട്ടുള്ള ചില ശീലങ്ങൾക്കപ്പുറത്ത് നമ്മെ ശാരീരികമായി അല്ലെങ്കിൽ ഭൗതികമായി ചില ശീലങ്ങൾ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നാം ശീലിക്കുന്ന ആത്മീയ ജീവിതത്തിന് അപ്പുറത്ത് ചില ആത്മീയ ശീലങ്ങൾ കൂടെ നാം പഠിക്കേണ്ടവരാണ് എന്നുള്ള ചിന്ത കൂടെ നമുക്ക് നൽകുവാൻ കൂടി വേണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നാം മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് വിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ നാം അഭയപ്പെടുന്ന ശ്രേഷ്ഠകരമായ ഈ ദിവസങ്ങളിൽ ദൈവമാതാവിന്റെ ജീവിത ശൈലികൾ, ആത്മീയ ശൈലികൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ആ അറിവുകളിലേക്ക് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് സഹായകരമാകുന്ന വിധത്തിൽ ഇന്നത്തെ ധ്യാന വിഷയത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 3-ാം വാക്യമാണ്. വളരെ സുപരിചിതമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ ധാരാളം പ്രാവശ്യം വ്യാഖ്യാനങ്ങൾ കൊണ്ട് നമുക്ക് നിരവധി വേദ ചിന്തകൾ പങ്കുവച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു വേദഭാഗം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 3-ാം വാക്യം. ഒരു ചോദ്യം ദൈവത്തിന്റെ ആത്മാവ് യെഹെസ്കേൽ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വേദഭാഗത്ത് അല്ലെങ്കിൽ വേദവാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. വളരെ സുപരിചിതമായ ഒരു ചോദ്യം. ദൈവത്തിന്റെ ആത്മാവ് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് യെഹെസ്കേൽ പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പ്രവാചകനോട് ഈ അസ്ഥികളൊക്കെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന്റെ പിമ്പിലെ അർത്ഥം നാം മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേൽ ജനതയുടെ ചരിത്രം നാം അല്പമൊന്ന് പരിശോധിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഈ വാക്യത്തിന്റെ പശ്ചാത്തലവും ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലവും ഒക്കെ ഇതിനു മുമ്പ് തന്നെ പരിചയമുണ്ടാകാം. എന്നിരുന്നാൽ തന്നെയും ഇന്നത്തെ വേദചിന്തകളുമായി കൂട്ടിച്ചേർത്ത് ചിന്തിക്കുവാൻ തക്കവണ്ണം ചില കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ധ്യാന വിഷയത്തിലേക്ക് പ്രവേശിക്കാം. BC 586 ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ കിരാതമായ നാളുകളായിരുന്നു എന്ന് വേണം പറയുവാൻ. കാരണം ഇസ്രായേൽ ജനത അതിശ്രേഷ്ഠകരമായി തങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് BC 586 നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേൽ ജനതയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ രാജ്യം, യെരൂശലേം ഉൾപ്പെടെയുള്ള രാജ്യം നഷ്ടപ്പെടുന്നു. അവരുടെ അഭയസങ്കേതമായിരുന്ന, ആശ്രയ സങ്കേതമായിരുന്ന യെരൂശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം നശിച്ചു പോകുന്ന അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുന്ന കാഴ്ച അവർ കാണേണ്ടി വരികയാണ്. നെബൂഖദ്നേസർ രാജാവ് ഈ ഇസ്രായേലിന്റെ രാജാവായിരുന്ന സെദക്കിയാവ് എന്ന് പറയുന്ന രാജാവിനെയും അവന്റെ 2 മക്കളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഈ രാജാവിന്റെ കണ്ണുകളൊക്കെ കുത്തിപ്പൊട്ടിച്ച് ബാബിലോണിലേക്ക് അടിമയായി പിടിച്ചുകൊണ്ടു പോവുകയാണ്. കാരണം ഇസ്രായേൽ ജനത്തെ മുഴുവനും ബാബിലോണിൽ
രാജാവിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അടിമത്തത്തിന്റെ ജീവിതം നയിക്കുന്ന സാഹചര്യത്തിൽ അവരനുഭവിക്കുന്ന വേദനയുടെയും നിരാശയുടെയും ആശാഭംഗത്തിന്റെയും ഒക്കെ നടുവിൽ അവർക്ക് പ്രതീക്ഷയുടെ സ്വപ്നമായി അവരുടെ മുമ്പിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനോട് സംസാരിക്കുന്ന ഒരു വലിയ ചോദ്യമായിട്ടാണ് ഈ ചോദ്യത്തെ നാം കാണേണ്ടത്. ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ഒരു താഴ്വര. മാത്രമല്ല ഈ അസ്ഥികളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉണങ്ങിയ അസ്ഥികൾ എന്നാണ്. അതായത് അസ്ഥികളുടെ വലിയ കൂമ്പാരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വര. ഈ കൂമ്പാരങ്ങൾ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഈ അസ്ഥികളിൽ ജീവന്റെ ഒരംശം പോലും അവശേഷിക്കുന്നില്ല. ഉണങ്ങിയ അസ്ഥികളാണ്. ഇങ്ങനെ ഈ ഉണങ്ങിയ അസ്ഥികളോടാണ് ദൈവത്തിന്റെ കാണിച്ചു കൊടുത്തിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നത് പ്രവാചകനോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇസ്രായേൽ ജനതയുടെ പശ്ചാത്തലമാണ് ഇത് വിശേഷിപ്പിക്കുന്നതെങ്കിലും പ്രത്യേകിച്ച് രാജ്യം നഷ്ടപ്പെട്ട, യെരൂശലേം ദേവാലയം നഷ്ടപ്പെട്ട, അഭയസങ്കേതമായിരുന്ന ആരാധനാ സ്ഥലം നഷ്ടപ്പെട്ട, ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട, അവരുടെ അധികാരവും പ്രതീക്ഷകളും ഒക്കെ നഷ്ടപ്പെട്ട ഒരു ജനത്തിന്റെ മുമ്പിലേക്ക് ആശാഭംഗത്തിന്റെ നടുവിലായിരിക്കുന്ന, നിരാശയുടെ ആഴങ്ങളിൽ ജീവിക്കുന്ന ഒരു ജനതയോട് ചോദിക്കുകയാണ്, ഉണങ്ങിയ അസ്ഥികൾ കാണിച്ചിട്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ? എന്താണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്? ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നാം ഇതുവരെ ശീലിച്ചു വന്ന നമ്മുടെ ആത്മീക ശൈലികളിൽ വ്യത്യസ്തമായി ചില പ്രതീക്ഷകൾ നൽകുന്ന, ചില സ്വപ്നങ്ങൾ നൽകുന്ന, ഭാവിയെ ശുഭതയോടെ കാണുവാൻ തക്കവണ്ണം നമ്മെ പ്രേരിപ്പിക്കുന്ന ചില ആശയങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന സുന്ദരമായ ഒരു ദർശനമാണ് പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാം, ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ താഴ്വര, അത് ജീവന്റെ തിരസ്കരണത്തിന്റെ പ്രതീകങ്ങളാണ്. അതായത് ആശാഭംഗങ്ങളും നിരാശകളും കൊണ്ട് നിറഞ്ഞ ഒരു അനുഭവത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ വരുമോ എന്നുള്ള ഒരു ചോദ്യം പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്. അതിന് മറുപടിയായി പ്രവാചകൻ പറയുന്നുണ്ട്, നിനക്ക് സകലവും അറിയാമല്ലോ. ഈ വേദഭാഗം ആഴമായി പരിശോധിക്കുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ശീലമില്ലാത്ത ചില ആത്മീയ ശൈലികളെ നമ്മുടെ മനസ്സിലേക്ക് പ്രചോദനം നൽകുന്ന തരത്തിലുള്ള ചില ചിന്തകൾ നമുക്കിവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയും. നാം ഇതുവരെ ശീലിക്കാത്ത ചില ജീവിത ശൈലികൾ നാം ഇന്ന് അനുവർത്തിക്കുന്നുവെങ്കിൽ ഇതുവരെ നാം കാണാത്ത ചില ആത്മീക ശൈലികൾക്ക് ഉടമകളാകുവാൻ തക്കവണ്ണം നമുക്ക് കരുത്തു പകരുന്ന തരത്തിലുള്ള ചില ചിന്തകൾ ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന ആത്മീക ശൈലി എന്ന് പറയുന്നത് ഇമാജിനേറ്റീവ് സ്പിരിച്വാലിറ്റി എന്നുള്ള ആത്മീയതയാണ്. ഭാവനാപരമായ ആത്മീയത. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്താണ് ഈ ഭാവനാപരമായ ആത്മീയത? അല്പം കൂടി ഇതിനെ വിശദീകരിച്ച് പറഞ്ഞാൽ, ഇൻ ദ ആബ്സൻസ് ഓഫ് ഹോപ്പ്, ഇമാജിനിങ് ദ ഇംപോസിബിൾ ഫ്രം ഗോഡ്. ഇൻ ദ ആബ്സൻസ് ഓഫ് ഹോപ്പ്, ഇമാജിനിങ് ദ ഇംപോസിബിൾ ഫ്രം ഗോഡ്. അസാധ്യതകളുടെ മധ്യത്തിൽ, പ്രതീക്ഷയില്ലാതിരിക്കുന്ന അനുഭവങ്ങളിൽ, ആശാഭംഗങ്ങളിൽ, നിരാശയുടെ ആഴങ്ങളിലായിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സാധ്യതകളെ ഭാവനാപരമായി കാണുവാനുള്ള ഒരു ആത്മീക ശൈലി നാം നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഒരു ഭാവനാപരമായ ആത്മീയതയുടെ ഔന്നത്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഇന്നിന്റെ ആശാഭംഗങ്ങൾക്കപ്പുറം ശുഭകരമായ ഒരു ഭാവി കാണാനുള്ള ത്രാണിയും കരുത്തും ഇത് നാം നേടിയെടുത്തിട്ടുണ്ടോ? ഇന്ന് നാം അനുഭവിക്കുന്ന ചില നിയന്ത്രണങ്ങൾക്കപ്പുറം, ഇന്ന് നാം അനുഭവിക്കുന്ന വേദനകൾക്കപ്പുറം, ഇന്ന് നാം അനുഭവിക്കുന്ന ആശാഭംഗങ്ങൾക്കപ്പുറം, നിരാശകൾക്കപ്പുറം ശുഭകരമായ ഒരു ഭാവിയെ സ്വപ്നം കാണുവാനുള്ള ഭാവനാപരമായ ആത്മീയ കരുത്ത് നമുക്ക് ആർജിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോഴാണ്
നാം ഭാവനാപരമായ ആത്മീയതയുടെ ഉടമസ്ഥരായിട്ടുണ്ടോ എന്നുള്ളത് ആത്മപരിശോധന ചെയ്യുവാനും ആ കരുത്തിൽ ജീവിപ്പാനും നമുക്ക് സാധ്യമായിത്തീരുന്നത്. ശുഭകരമായ ഒരു ഭാവിയെ ദർശനം കാണുവാനുള്ള കരുത്ത് നമുക്കുണ്ടോ? ഡെയർ ടു ഹോപ്പ്, ഭാവിയെ സുന്ദരമായി കാണാനുള്ള ധൈര്യം നമുക്കുണ്ടോ? ഇന്നില്ലാത്ത, ഇന്ന് കാണുവാൻ കഴിയാത്ത, ഇന്ന് ആസ്വദിക്കുവാൻ കഴിയാത്ത ഭാവിയിൽ ഉണ്ടാകുമെന്ന ഒരു വലിയ ധൈര്യവും പ്രത്യാശയും നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ മനുഷ്യന്റെ കഴിവിനെ പരിശോധിക്കുന്ന പരിശോധനാ രീതിയാണ് സ്മാർട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. കാരണം ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവിന്റെ പരിശോധനകൾ നടത്തുന്നത് സ്മാർട്ട് അനാലിസിസിലൂടെയാണ്. അതായത് സ്മാർട്ടായ ഒരു ലോകത്തിൽ ഒരു മനുഷ്യന് വിജയം നേടണമെങ്കിൽ, ഭാവിയെ കരുപിടിപ്പിക്കണമെങ്കിൽ അവന് ചില കഴിവുകൾ ഉണ്ടായിരിക്കണമെന്ന് ഇന്നത്തെ ലോകം പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, സ്മാർട്ട് മൊബൈലിന്റെയും അല്ലെങ്കിൽ സ്മാർട്ട് ടിവിയുടെയും ഈ ലോകം പഠിപ്പിക്കുകയാണ്. സ്മാർട്ട് എന്ന പദം, അതിന്റെ ഓരോ അക്ഷരങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഓരോ അർത്ഥങ്ങളാണ് ഈ വാക്കുകളൊക്കെ, ഈ അക്ഷരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. എസ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് സസ്റ്റൈനബിൾ എന്ന വാക്കാണ്, അതായത് നിലനിൽക്കുന്ന. എം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് മെഷറബിൾ എന്നാണ്, അളക്കാവുന്ന എന്നാണ് അതിന്റെ അർത്ഥം. എ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് അച്ചീവബിൾ എന്നാണ്, നേടാവുന്ന എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം കൊടുക്കാം. ആർ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് റിയലിസ്റ്റിക് എന്ന പദമാണ്, യാഥാർത്ഥ്യമായ. ടി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ടൈംഡ്, അതായത് സമയബന്ധിതമായ. ചുരുക്കത്തിൽ സ്മാർട്ടായ ഒരു മനുഷ്യനായി തീരണമെങ്കിൽ നിലനിൽക്കുന്ന, അളക്കാവുന്ന, നേടാവുന്ന, യാഥാർത്ഥ്യമായ, സമയബന്ധിതമായ ജീവിതാനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന് മാത്രമേ യഥാർത്ഥത്തിൽ സ്മാർട്ടായി ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇന്നത്തെ ഈ ലോകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ വ്യക്തിവൈശിഷ്ട്യങ്ങളെ മനസ്സിലാക്കുവാനും ഭാവിയിൽ അവന് വിജയം നേടുവാൻ കരുത്തുണ്ടോ എന്ന് പരിശോധിക്കുന്ന സ്മാർട്ട് അനാലിസിസ് എന്ന പരിശോധനാ രീതി. പക്ഷേ ഒരാത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നിന്റെ ലോകത്ത് സ്മാർട്ട് അനാലിസിസ് ആണ് നടത്തുന്നതെങ്കിൽ ഒരു സ്പിരിച്വൽ അനാലിസിസ് നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ കേപ്പബിലിറ്റി നമുക്ക് ആവശ്യമാണ്. ആത്മീയമായ കരുത്തും ധൈര്യവും നമുക്കുണ്ടാകണം. ഇന്ന് കാണാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച്, ഇന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച്, ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച്, നമുക്ക് അസാധ്യമായിട്ട് ഇന്ന് നിലനിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഭാവിയിൽ ശുഭകരമായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ള സ്വപ്നം കാണുവാനുള്ള ആത്മീയമായ കരുത്തിനെയാണ് ഇമാജിനേറ്റീവ് കേപ്പബിലിറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്പം കൂടെ വിശാലമായി പറഞ്ഞാൽ, കൺമുന്നിലുള്ളത് കാണണം, കാണാമറയത്തുള്ളതും നാം കാണണം. കൺമുന്നിലുള്ളത് കാണണം, കാണാമറയത്തുള്ളതും ഒരേ സമയത്ത് കാണുവാനുള്ള കഴിവിനെയാണ് ഇമാജിനേറ്റീവ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന വളരെ സുപരിചിതമാണല്ലോ. ആ പ്രാർത്ഥനയുടെ ഓരോ വാചകങ്ങളും വളരെ അർത്ഥവത്തായ സന്ദേശങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ ഒരു വാചകം ഇപ്രകാരമാണ്: ദൈവമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പലപ്പോഴും നാം ഈ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചങ്ങ് പോകുന്നതിനപ്പുറമായിട്ട് ഇതിന്റെ ആന്തരികമായ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അതിൽ സൂചിപ്പിക്കുന്ന ആത്മീയ വശങ്ങളെ കാണുവാനുള്ള കരുത്ത് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോവുകയാണ്. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടോ? നാം കണ്ടിട്ടുണ്ടോ? നാം ആസ്വദിച്ചിട്ടുണ്ടോ? നാം അനുഭവിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് ഭാവനാപരമായി നാം കണ്ട് അത് ഈ ഭൂമിയിൽ നടപ്പിലാക്കുവാൻ ഉള്ള ആത്മീയ ശൈലി രൂപപ്പെടുത്തണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അതായത് ഭൂമിയിലുള്ളതിനെയും തമ്മിൽ സംയോജിപ്പിക്കുന്ന അതിശ്രേഷ്ഠകരമായ
ഭാവനാപൂർണമായ ഒരു ആത്മീയതയുടെ ശൈലി ഈ പ്രാർത്ഥനയിൽ, ഈ വാചകത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവരുടെ പ്രതിസന്ധിയുടെ കാലം നമുക്കൊക്കെ വളരെ സുപരിചിതവും അതോടൊപ്പം തന്നെ ധാരാളം പ്രാവശ്യം എല്ലാ ആരാധനകൾക്കും എല്ലാ കുർബാനകൾക്കും മുമ്പായി നമസ്കാരങ്ങളിൽ നാം ചൊല്ലുന്ന ഒരു ഗാനമാണ്. അത്ഭുതമാം ഫലവേകും വൃക്ഷം കർക്കശമാം ശിലമീ ദേവം പാഷാണ്ഡർക്കെതിരെ ദൃഷ്ടാന്തം മൂന്നെണ്ണം സഭ കാട്ടുന്നു. കുഞ്ഞാടിന് വൃക്ഷം നൽകി, തീക്കൽ പാറജലം നൽകി, മത്സ്യവുമേകി, കന്യാക്ഷേപകരെ പരിഹാസത്തോടു വീക്ഷിപ്പു. പാടുന്നതല്ല, ഈ പാട്ടിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? പിതാക്കന്മാർ വളരെ വർണ്ണനാതീതമായി അസാധ്യതകളുടെ നടുവിൽ, ആശാഭംഗങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ സാധ്യതകളെയും ദൈവം നമുക്ക് നൽകുന്ന ഭാവനാപരമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചുള്ള വർണ്ണനകളാണ് പിതാക്കന്മാർ ഈ ഗാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഈ ഗാനത്തിൽ പറയുന്നത്? അത്ഭുതകരമായ ഫലം വൃക്ഷം നൽകുകയാണ്. എന്താണ്, എന്ത് ഫലമാണ് വൃക്ഷം നൽകിയത്? എന്ത് ഫലമാണ് നൽകിയത് അറിയാമോ? കുഞ്ഞാടിനെ വൃക്ഷം ഫലമായി നൽകി. അർത്ഥം, അതിന്റെ മറുപടിയും ഈ ഗാനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഏത് സംഭവമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, സുപരിചിതമാണ്. ഇസഹാക്കിനെ ബലികഴിക്കുവാനായി അബ്രഹാം മോറിയ മലയിലേക്ക് ഇസഹാക്കിനെയും കൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ കൈക്ക് പിടിച്ചിരിക്കുന്ന മകനായ, ഏകജാതനായ മകനായ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട്, അപ്പാ, കത്തിയും വിറകും തീയും ഒക്കെ ഉണ്ട്, പക്ഷേ യാഗം കഴിക്കുവാനുള്ള കുഞ്ഞാട് എവിടെയാണ്? ഏത് അപ്പന്റെയും ഹൃദയത്തെ തകർക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം. ഈ ചോദ്യത്തിന്റെ മുമ്പിൽ അബ്രഹാം വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ചയല്ല വേദപുസ്തകത്തിൽ നാം കാണുന്നത്. അവിടെ നാം കാണുന്നു, അബ്രഹാം പറയുന്നുണ്ട്, മകനെ ദൈവം കരുതിക്കൊള്ളും, മകനെ ദൈവം കരുതിക്കൊള്ളും. എന്താണ് അബ്രഹാം അങ്ങനെ ഒരു മറുപടി പറയുന്നതിന് കാരണം? ഈ വൃക്ഷത്തിൽ നിന്ന് അത്ഭുതകരമായ ഒരു കുഞ്ഞാടിനെ ലഭിക്കുമെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. നാം ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ഈ വേദഭാഗങ്ങളൊക്കെ നാം വായിച്ചിങ്ങനെ പോവുകയാണ്. എന്നാൽ അവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, അബ്രഹാം മകനെയും കൈക്ക് പിടിച്ചുകൊണ്ട് മോറിയ മലയിലേക്ക്, ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഏകജാതനായ മകന്റെ ചോദ്യത്തിന് മുമ്പിൽ അബ്രഹാം എന്ന് പറയുന്ന പിതാവ് ഭാവനാപൂർവമായ ദൈവത്തിന്റെ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരുതലുകളെ കാണുന്ന കാഴ്ചയാണ്. അതുകൊണ്ടാണ് മുന്നമേ അബ്രഹാം കണ്ടു, മകന്റെ ചോദ്യത്തിന് മുമ്പിൽ തന്നെ തനിക്ക് വേണ്ടി പിതാവാം ദൈവം ഉണങ്ങിയ ചുള്ളിക്കാട്ടിൽ വൃക്ഷത്തിന്മേൽ കുരുങ്ങിക്കിടക്കുന്ന കുഞ്ഞാടിനെ ഒരുക്കി വച്ചിരിക്കുന്ന ഭാവനാപൂർണമായ കാഴ്ച അബ്രഹാം കാണുകയാണ്. പ്രിയമുള്ളവരെ, എന്തോ ഒരു കാഴ്ചയാണിത്. നമുക്കിന്നുവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ നിരാശയുടെ മധ്യങ്ങളിൽ, നമ്മുടെ രോഗങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ ആശാഭംഗങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ എന്തെങ്കിലും ഒരു കാഴ്ച, അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സുന്ദരമായ കാഴ്ചകളിൽ ആത്മീയമായി വളരുവാനുള്ള കരുത്ത് അബ്രഹാമിനെ പോലെ നമുക്ക് പ്രാപിക്കാനായിട്ട് ഇന്നുവരെ സാധ്യമായി തീർന്നിട്ടുണ്ടോ? രണ്ടാമത് പിതാക്കന്മാർ പറയുന്നുണ്ട്, തീക്കൽ പാറജലം നൽകി. കർക്കശമായ ശിലയിൽ നിന്ന്, തീക്കൽ പാറയിൽ നിന്ന് ജലം പുറപ്പെട്ടു വന്നു. നമുക്കറിയാം, സാധാരണ മനുഷ്യന്റെ ഒരു ബുദ്ധിക്ക് ചേർന്നതല്ല ഉണങ്ങി വരണ്ടു കിടക്കുന്ന, തീക്ക് സമാനമായി ചുട്ടുപൊള്ളുന്ന പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു വരിക എന്ന് പറയുന്നത് അസാധ്യമാണ്. പക്ഷേ ഇസ്രായേൽ ജനതയുടെ മരുഭൂയാത്രയിൽ അവർക്ക് ജലം ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ്. മോശയുടെ നിലവിളി കേട്ട് യഹോവയാം ദൈവം പറയുകയാണ്, നിന്റെ വടിയെടുത്ത്
ഈ തീക്കൽപ്പാറമേൽ അടിക്കുക. മോശ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? വടിയെടുത്ത് പാറമേൽ അടിക്കുക. എന്ത് പുറപ്പെട്ടു വന്നു? ജലം പുറപ്പെട്ടു വന്നു. പ്രിയമുള്ളവരെ, നമ്മളത് ഭാവനയിൽ കാണണം ഇതൊക്കെ. കാരണം ഒരു വടിയെടുത്ത് ഉണങ്ങിക്കിടക്കുന്ന തീക്ക് സമാനമായ കർക്കശമായ ശിലയിൽ അടിച്ചാൽ ജലം ലഭിക്കുമെന്നുള്ള വിശ്വാസം ഈ ഉണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ. കാരണം വടിയെടുത്ത് നീ പാറമേൽ അടിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒഴുകി വരുന്ന ജീവജലത്തിന്റെ വലിയൊരു നദി മോശ ഭാവനാപൂർണമായി മുന്നമേ കാണുകയാണ്. അതാണ് പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. മൂന്നാമത് പറയുന്നു, എസ്തീറ മത്സ്യവുമേകി. നമുക്കറിയാം, നികുതി കൊടുക്കുന്നതിന് വേണ്ടി യേശു തമ്പുരാൻ പറയുകയാണ്, ശിഷ്യന്മാരോട് നിങ്ങൾ പോയി കടലിൽ പോയി ചൂണ്ടയിടുക, ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായി പൊള്ളിച്ചു നോക്കുക, എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള നികുതി പണം മത്സ്യത്തിന്റെ വായിൽ നിന്ന് ലഭിക്കും. പ്രിയമുള്ളവരെ, ശിഷ്യന്മാർ ശങ്കിച്ചു നിന്നതായിട്ടോ അല്ലെങ്കിൽ സംശയിച്ചു നിന്നതായിട്ടോ ഒന്നും ആ വേദഭാഗത്തിൽ നാം കാണുന്നില്ല. അവർ മുന്നമേ കണ്ടു, ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായിൽ നികുതി പണം അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള പണം മുന്നമേ ഭാവനാപൂർണമായി കാണുവാനുള്ള കരുത്ത് യേശുവിന്റെ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആത്മീയമായ കരുത്താണ് നമുക്കുണ്ടാകുന്നത്. ഇതിന് ഉത്തരം പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒരു ചോദ്യം ആദ്യ കാലഘട്ടത്തിൽ പാഷാണ്ഡ ഉപദേഷ്ടാക്കന്മാരെല്ലാം ചോദിച്ചു. കാരണം കന്യകയായ ഇവൾക്ക് പരിശുദ്ധാത്മാവിൽ എങ്ങനെയാണ് ഗർഭം ധരിക്കുവാൻ കഴിയുന്നത്? ഈ ലോകത്തിന് ഇതുവരെ സംഭവിച്ചിട്ടില്ല, അസാധ്യതകളാണ്. പക്ഷേ പിതാക്കന്മാർ പറയുകയാണ്, തീക്കൽപ്പാറയിൽ നിന്ന് ജലം നൽകുവാൻ, അസാധ്യതകളെ സാധ്യമാക്കുവാൻ കരുത്തുള്ളവനാണ് ദൈവമെങ്കിൽ, അത്ഭുതമായ ഫലം, കുഞ്ഞാടെന്ന അത്ഭുതകരമായ ഫലം ഒരു വൃക്ഷത്തിന് നൽകുവാൻ കരുത്തുള്ളവനാണ് ദൈവമെങ്കിൽ, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് മത്സ്യത്തിന്റെ വായിൽ നിന്ന് പണം നൽകുവാൻ തക്കവണ്ണം ശക്തനാണ് യഹോവയാം ദൈവമെങ്കിൽ, കന്യകയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൽ ദൈവപുത്രന് ജന്മമെടുക്കുന്നതിൽ യാതൊരു അസാധ്യതകളും ഇല്ല എന്ന് പിതാക്കന്മാർ വർണ്ണിക്കുക. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പിതാക്കന്മാരൊക്കെ ഈ അസാധ്യതകളുടെ നടുവിലെ സാധ്യതകളെ, ദൈവത്തിന്റെ സാധ്യതകളെ, ആശാഭംഗങ്ങളുടെ നടുവിലുള്ള ദൈവത്തിന്റെ കരുതലുകളെ അവർ ഭാവനാപൂർണമായി കണ്ടിട്ടുള്ളവരായിരുന്നു നമ്മുടെ ആത്മീയ പിതാക്കന്മാർ. വേദപുസ്തകം നാം ആദിയോടന്തം പരിശോധിക്കുമ്പോൾ എത്രയെത്ര അനുഭവങ്ങളും എത്രയെത്ര ചരിത്രങ്ങളുമാണ് ദൈവത്തിന്റെ സാധ്യതകളെ കുറിച്ച്, ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച്, അസാധ്യതകളുടെ നടുവിൽ, പ്രതീക്ഷാഭംഗങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ഇറങ്ങിവരവിനെ കുറിച്ചൊക്കെ എത്രയോ ചരിത്രങ്ങളാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇന്നും നമുക്ക് വിശ്വാസമായിട്ടില്ല. അങ്ങനെ ഒരു ആത്മീയതയിലേക്ക് വളരാനുള്ള പ്രാപ്തി നാം ഇന്നും നേടിയിട്ടില്ല. വേദപുസ്തകം എടുത്ത് പരിശോധിച്ചു നോക്ക്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും കൂടെ ഇരുന്ന് വഴി നടത്തുന്ന യഹോവയാം ദൈവം, നോഹിനെയും കുടുംബത്തെയും ജലപ്രളയത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ദൈവം, ദാനിയേലിനെ സിംഹക്കുഴിയിൽ വെച്ച് കാത്തു പരിപാലിക്കുന്ന ദൈവം, ഇസ്രായേൽ ജനതയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മരുഭൂയാത്രയിൽ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണുമായി കൂടെ ഇരുന്ന വഴി നടത്തുന്ന ദൈവം, ചെങ്കടലിനെ വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തുകൂടെ വഴി നടത്തുന്ന ദൈവത്തിന്റെ സാധ്യതകൾ, സാലഭാത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന ദൈവം, തീച്ചുളയിൽ നിന്ന് ബാലന്മാരെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ, ഇസബേലിന്റെ ഭീഷണിയെ ഭയന്ന ചൂരച്ചെടിയുടെ കീഴിൽ വിശ്രമിക്കുന്ന ഏലിയാവിനെ കരുതുന്ന ദൈവം. അങ്ങനെ എത്രയെത്ര ചരിത്രങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മിസ്രൈമിൽ വെച്ച് യോസഫിനെ കരുതുന്ന ദൈവം, ഞാങ്ങണപ്പെട്ടിയിൽ മോശയെ വലിച്ചെടുത്ത് കരുതുന്ന ദൈവം, ബഥേലിൽ വെച്ച് യാക്കോബിനെ കരുതുന്ന ദൈവം, പ്രവാസത്തിന്റെ കാലയളവിൽ കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ദൈവത്തിന്റെ കരുതലുകളാണ് പഴയ നിയമത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. പഴയ നിയമത്തിന്റെ ഈ ഇസ്രായേൽ ജനതയുടെ മരുഭൂയാത്രയിൽ ചെങ്കടലിന്റെ മുമ്പിൽ വരുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകുകയാണ്. കാരണം മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല. മോശ നിലവിളിക്കുകയാണ്. കാരണം തന്നെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ട ജനം
യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞു തനിക്ക് ഇതിന് യാതൊരു കഴിവും പ്രാപ്തിയുമില്ല, അതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. പക്ഷെ യഹോവയാം ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പക്ഷെ നിരവധി പ്രതിസന്ധികൾ, ആശാഭംഗങ്ങളുമായി മോശ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാഴ്ചകളൊക്കെ നാം വേദപുസ്തക ചരിത്രത്തിൽ കാണുന്നുണ്ട്. ചെങ്കടലിന്റെ മുമ്പിൽ വരുമ്പോൾ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധം പ്രതിസന്ധി ചെങ്കടൽ, പുറകിൽ തങ്ങളുടെ ജീവനെ അപഹരിക്കുന്ന ഫറവോന്യ സൈന്യത്തിന്റെ ഇടപെടലുകൾ, ജീവന്റെ പ്രാണന്റെ മരണത്തിനു മുമ്പിൽ ആയിരിക്കുന്ന ഇസ്രായേൽ ജനതയും മോശയും. പക്ഷേ മോശയോട് ദൈവം പറഞ്ഞു, നീ വടിയെടുത്ത് വെള്ളത്തിന്മേലടിക്കാൻ. എന്താണ് സംഭവിച്ചത്? ചെങ്കടൽ രണ്ടായി പിരിയുകയാണ്. ഇത് നാം ഭാവനാപൂർവമായി ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. അതായത് വെള്ളത്തിന്മേൽ അടിക്കുന്നതിന് മുമ്പ് തന്നെ മോശയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹൈവേ, സൂപ്പർ ഹൈവേ ഇങ്ങനെ ഭാവനാപൂർണമായി മോശ കാണുകയാണ്. അല്ലെങ്കിൽ അടിക്കാൻ കഴിയുകയില്ല. കാരണം ഉണങ്ങിയ നിലത്തുകൂടെ നടന്നു പോകുവാൻ തക്കവണ്ണം ഒരു സൂപ്പർ എക്സ്പ്രസ് ഹൈവേ മോശ കാണുകയാണ് ചെങ്കടലിന്റെ നടുവിൽ. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഇത് പറഞ്ഞതിന് കാരണം? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹോപ്പ്, ഇമാജിനിങ് ദ ഇംപോസിബിൾ ഫ്രം ഗോഡ്. ആശാഭംഗങ്ങളുടെ നടുവിൽ ദൈവത്തിൽ നിന്ന് സാധ്യതകളെ കാണുവാനുള്ള ഭാവനാപൂർണമായ ഒരു കരുത്ത് ഇന്നത്തെ ആത്മീയതയിൽ നാം നേടിയെടുക്കേണ്ടി ഇരിക്കുന്നു. പുതിയ നിയമം നാം പരിശോധിക്കുമ്പോൾ ധാരാളം കാഴ്ചകൾ നാം കാണുന്നുണ്ട്. അതായത് കർത്താവ് തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഈ കരുതലിനെ കുറിച്ചും സാധ്യതകളെ കുറിച്ചും ഒക്കെ. യേശുദമ്പരം പറയുന്നുണ്ട്, വയലിലെ താമരയെ നോക്ക്, അത് ശലോമോൻ പോലും സകല മഹത്വത്തിലും ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല, അതിനേക്കാൾ എത്ര ശ്രേഷ്ഠമായി നിന്നെ പരിപാലിക്കുന്ന കരുതുന്ന ദൈവമാണ്. കാക്കകളെ നോക്ക്, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, പക്ഷേ സൃഷ്ടാവാം ദൈവം എത്ര ഭംഗിയായിട്ടാണ് അതിനെ പരിപാലിക്കുന്നത്. തലയിലെ രോമം പോലും കൊഴിഞ്ഞു പോകുന്നത് മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് സുവിശേഷം വർണ്ണിക്കുകയാണ്. പ്രിയമുള്ളവരെ, 2 കാശിന് പോലും വിലയില്ലാത്ത കുരുവികളെയും ദൈവം പരിപാലിക്കുന്നുവെന്ന സുവിശേഷം കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുദമ്പുരാൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്ക്. യേശുദമ്പുരാൻ ഒരു അമാനുഷികനാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുവാനായിരുന്നില്ല യേശുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും. മറിച്ച് ദൈവത്തിന്റെ സാധ്യതകളെ ആശാഭംഗങ്ങളുടെ നടുവിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ മുമ്പിലേക്ക് പ്രതീക്ഷയുടെ പുത്തൻ സ്വപ്നങ്ങൾ കാണുവാൻ തക്കവണ്ണം അവനെ കരുത്തുപിടിപ്പിക്കുന്ന അല്ലെങ്കിൽ കരുത്താർജിക്കുന്ന ആത്മീയതയുടെ ഉടമസ്ഥരാക്കുവാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനാണ് യേശുദമ്പുരാൻ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്തത്. പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. എന്താണ് വിശ്വാസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇതൊക്കെ നാം ഇങ്ങനെ വായിച്ചു പോകാറുണ്ട്, പക്ഷെ ഇതിന്റെ ആഴങ്ങളിലേക്ക് നാം ചിന്തിക്കാറില്ല. ആശിക്കുന്നതിന്റെ ഉറപ്പാണ് വിശ്വാസം. ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് നടക്കുമെന്നുള്ള ആത്മീയന്റെ അടിസ്ഥാനപരമായ ആഴമായ ഭാവനാപൂർണമായ ധൈര്യമാണ് വിശ്വാസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും വിശ്വാസം എന്ന വാക്കിന് അർത്ഥമുണ്ട്. അതായത് ഒരുപക്ഷെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാഴ്ച നാം ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കാം. അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുമോ എന്നുള്ള ആശങ്കകൾ നമുക്കുണ്ടാകാം. പക്ഷേ വിശ്വാസി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത് കാണാത്ത കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ നടക്കുമെന്നുള്ള ദൈവത്തിലുള്ള നിന്റെ ഉറപ്പാണ് വിശ്വാസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. ഫെയ്ത്ത് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഓൾ സക്സസ് എന്നാണ് ഭക്തനായ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത്. വിശ്വാസമാണ് എല്ലാ വിജയത്തിന്റെയും മൂല കാരണം. നിരാശയുടെ ദിനങ്ങളെ അതിജീവിക്കുന്ന അതിജീവനത്തിന്റെ കരുത്ത് പ്രാപിക്കുവാൻ ഇന്നിന്റെ ആത്മീയതയിൽ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം നമുക്കൊക്കെ സുപരിചിതമാണല്ലോ ഇന്ന്. അതായത് ഒരു കാലത്ത് നഗ്നമായ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാതിരുന്ന കാര്യങ്ങളെ, വളരെ സൂക്ഷ്മമായ അണുക്കളെ അല്ലെങ്കിൽ സൂക്ഷ്മമായവയെ
കാണുവാൻ ഇന്ന് നമുക്ക് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പ് വന്നതുകൊണ്ട് കൂടെയാണ് നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത പലതിനും നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞത്. കാരണം മൈക്രോസ്കോപ്പിലൂടെ നാം കണ്ടു അങ്ങനെയുള്ള പല വസ്തുക്കളുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ കുറിച്ച് വിശ്വാസമുണ്ടായി. ഞാനിത് പറഞ്ഞതിന്റെ കാരണം വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഉൾക്കാഴ്ച ഉള്ള ഭാവനാപരമായ ആത്മീയതയുടെ ഉടമകളാകുവാൻ നമുക്ക് കഴിയണം. കാഴ്ചയുടെ വ്യാപ്തി എത്രയും വർദ്ധിക്കുന്നുവോ അത്രയും നമ്മുടെ വിശ്വാസത്തിന്റെ ആഴവും വർദ്ധിക്കും. മൈക്രോസ്കോപ്പിലൂടെ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശ്വാസം വർദ്ധിച്ചതുപോലെ തന്നെ കാഴ്ചയുടെ വിസ്തൃതി എത്രയും വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ വിശ്വാസവും വർദ്ധിക്കും. അതുകൊണ്ട് ഭാവനാപൂർണമായ ഒരു ഉൾക്കാഴ്ച, അസാധ്യതകളുടെ മധ്യത്തിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ കരുത്തിനെ കുറിച്ചുള്ള ഭാവനാപൂർണമായ വലിയ ഉൾക്കാഴ്ച നമുക്കുണ്ടാകുമ്പോഴാണ് വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഭൗതിക കാര്യങ്ങളെ കുറിച്ചുള്ളതാണെങ്കിൽ ഇതിനേക്കാൾ അപ്പുറമായ ഒരു കാഴ്ച കൂടെ ഉണ്ടാകണമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പിതാക്കന്മാരും വിശ്വാസവീരന്മാരുടെയും ഒക്കെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ഈ ലോകത്തിലെ അസാധ്യതകളുടെ മധ്യത്തിലുള്ള ദൈവത്തിന്റെ സാധ്യതകളെ മാത്രമല്ല അവർ ഭാവനാപൂർണമായി കണ്ടത്, മറിച്ച് ഈ ലോകത്തിനപ്പുറത്തുള്ള സ്വർഗീയമായ കാഴ്ചകളെ കുറിച്ചുള്ള ദർശനങ്ങളും അവർ കാണുകയാണ്. യോഹന്നാൻ എഴുതിയ വെളിപാട് പുസ്തകം, പത്മോസ് ദ്വീപിൽ ആത്മവിവശനായി കാരാഗ്രഹത്തിലായിരിക്കുന്ന യോഹന്നാൻ കാണുന്ന ദർശനം വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. 7 സഭകൾക്ക് യോഹന്നാൻ ദൈവത്തിന് വെളിപാട് നൽകുകയാണ്. അതിൽ കാണുന്ന സുപ്രധാനമായ ഒരു കാഴ്ച വളരെ വർണ്ണനാതീതമാണ്. യോഹന്നാൻ കാണുകയാണ്, എവിടെ ഇരിക്കുമ്പോഴാണ് പത്മോസ് ദ്വീപില് കർത്തൃദിവസത്തിൽ ആത്മവിവശനായി തടവിലാക്കപ്പെട്ടവനായി പിടിച്ചുകൊണ്ടുപോകപ്പെട്ടവനായി ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആശാഭംഗങ്ങളുടെ നടുവിൽ യോഹന്നാൻ സുന്ദരമായ ചില സ്വർഗീയ കാഴ്ചകൾ കാണുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച, ദൈവത്തിന്റെ കുഞ്ഞാട് സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച യോഹന്നാൻ കാണുകയാണ്. ഈ പ്രധാന സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങളിലായി 24 മൂപ്പന്മാരിരിക്കുകയാണ്. സിംഹാസനത്തിന് ചുറ്റും മരതകത്തോട് സദൃശമായ പച്ചവില്ല്, സിംഹാസനത്തിന്റെ നടുവിൽ പളുങ്കിനൊത്ത കണ്ണാടി കടൽ. മാത്രമല്ല 24 മൂപ്പന്മാരും ഈ പ്രധാന സിംഹാസനത്തിലിരിക്കുന്ന കുഞ്ഞാടിന് മുമ്പിൽ കവിണ്ണു വീണ് നമസ്കരിക്കുന്ന സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച യോഹന്നാൻ തന്റെ ആത്മീയ ദർശനം കൊണ്ട് കാണുകയാണ്. ആരെയാണ് ഈ സിംഹാസനത്തിൽ യോഹന്നാൻ കാണുന്നത്? അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവൻ, വെള്ളോടിന് തുല്യമായ കാലുള്ളവൻ, നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ തുടങ്ങി എത്രയെത്ര വർണ്ണനകളാണ് യോഹന്നാൻ സിംഹാസനത്തിലിരിക്കുന്ന കുഞ്ഞാടിനെ കുറിച്ച് വർണ്ണിക്കുന്നത്. എന്തോ ഒരു കാഴ്ചയാണിത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോകത്തിന്റെ അസാധ്യതകളുടെ മുമ്പിൽ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ നമുക്കൊരു സാധ്യത തെളിഞ്ഞു വരുന്നില്ല. മാത്രമല്ല ഈ ലോകത്തിനപ്പുറത്തുള്ള സ്വർഗീയ കാഴ്ചകളിലും നമുക്ക് ചില ആത്മീയ നയനങ്ങളുടെ തുറവി ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? നാം സ്വയം പരിശോധിക്കേണ്ടതാണ്. വിശ്വാസവീരനായ യാക്കോബിന്റെ ചരിത്രം നമുക്ക് അറിവുള്ളതാണല്ലോ. യാക്കോബിനെ കുറിച്ച് പറയുന്നത് ഗ്രേറ്റ് മാനിപ്പുലേറ്റർ എന്നാണ്, സൂത്രക്കാരൻ, ഉപായക്കാരൻ എന്നാണ്. അതായത് അപ്പനെയും സഹോദരനെയും ഒക്കെ ഉപായത്തിലൂടെ കീഴ്പ്പെടുത്തി സ്വന്തം ഭവനത്തിൽ നിന്ന്, അപ്പനിൽ നിന്ന്, ജ്യേഷ്ഠനിൽ നിന്ന് ഒക്കെ മാറ്റപ്പെട്ടവനായി, തിരസ്കരിക്കപ്പെട്ടവനായി, ആശാഭംഗങ്ങളുടെ നടുവിലായി ഇരിക്കുന്ന മനുഷ്യൻ യാക്കോബിനെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. ഈസ് ദിസ് ദ എൻഡ് ഓഫ് മൈ ലൈഫ്? ഇത് എന്റെ ജീവിതത്തിന്റെ അവസാനമാണെന്ന് കരുതി നിരാശയിലായിരിക്കുന്ന യാക്കോബിനെയാണ് ആ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് കിടന്നുറങ്ങുവാൻ ശ്രമിക്കുന്ന നിരാശയിലായിരിക്കുന്ന യാക്കോബ്. പക്ഷേ ദൈവം യാക്കോബിനോട് ഇടപെടുകയാണ്. ഇത് ജീവിതത്തിന്റെ അവസാനമാണെന്ന് കരുതിയ യാക്കോബിനോട് ദൈവം പറയുകയാണ്,
ഇത് നിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത ഈ രാജ്യത്തിലേക്ക് നിന്നെ മടക്കി വരുത്തും. എത്ര വലിയൊരു വാഗ്ദാനമാണ് നിരാശയുടെ ആഴങ്ങളിലായിരിക്കുന്ന യാക്കോബിന് ദൈവം നൽകുന്നത്. ഈ സമയത്ത് ഈ വാഗ്ദാനം നൽകുമ്പോൾ യാക്കോബ് വലിയൊരു ദർശനം കാണുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച യാക്കോബ് കാണുകയാണ്. സ്വർഗത്തോളം ഉയരമുള്ള ഒരു ഗോവണി, അതിൽ നിന്ന് ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന മനോഹരമായ ഒരു കാഴ്ച ദാവീദ് തന്റെ യാക്കോബ് തന്റെ ആത്മീയ നയനങ്ങൾ കൊണ്ട് കാണുകയാണ്. മഹാനായ ഒരു ഭക്തൻ പ്രകാരം പറഞ്ഞിട്ടുണ്ട്, എവരി സെയിന്റ് ഹാസ് എ പാസ്റ്റ് ആൻഡ് എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. എവരി സെയിന്റ് ഹാസ് എ പാസ്റ്റ് ആൻഡ് എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. എല്ലാ വിശുദ്ധനും ഒരു ഭൂതകാലമുണ്ട്, പക്ഷെ എല്ലാ പാപിക്കും ശുഭകരമായ ഒരു ഭാവി കാണുവാൻ കഴിയും. പാപത്തിൽ വീണുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ ജീവിതത്തിന്റെ അല്പതപനങ്ങൾ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ ദൈവത്തിന്റെ സുന്ദരമായ ഭാവിയുടെ വാഗ്ദാനങ്ങളെ സ്വപ്നം കാണുവാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം യാക്കോബിന്റെ അനുഭവങ്ങൾ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യാക്കോബ് പറയുകയാണ്, ഈ സ്ഥലം ദൈവത്തിന്റെ വാതിൽ എന്ന് പറഞ്ഞു. തലയണയായി വെച്ച കല്ലെടുത്ത് നാട്ടി അതിന്മേൽ എണ്ണയൊഴിച്ച് അവിടെ യാഗം കഴിക്കുന്ന യാക്കോബിനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്തെഫാനോസ് സഹദായുടെ ചരിത്രം നമുക്കറിയാം. കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് സ്തെഫാനോസ് സഹദ മുട്ടുകുത്തി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച സഹദ കാണുകയാണ്. ദൈവത്തിന്റെ പുത്രൻ പിതാവിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന മനോഹരമായ സുന്ദരമായ സ്വർഗീയ കാഴ്ച. പ്രിയമുള്ളവരെ, ഞാനിതൊക്കെ സൂചിപ്പിച്ചത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ലോകത്തിലെ നമ്മുടെ ആശാഭംഗങ്ങളിൽ, നമ്മുടെ അസാധ്യതകളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നിരാശയുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിന്റെ സാധ്യതകളെ കാണുവാനുള്ള, മാത്രമല്ല ഈ ലോകത്തിനപ്പുറത്തുള്ള സ്വർഗീയ കാഴ്ചകൾ കാണുവാൻ പിതാക്കന്മാരെ പോലെ നമ്മുടെ ആത്മീയ നയനങ്ങളുടെ ആഴവും പരപ്പും വിസ്തൃതിയും ഒക്കെ കൂട്ടുവാൻ, വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ കരുത്താർജിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇമാജിനേറ്റീവ് സ്പിരിച്വാലിറ്റിയുടെ ഉടമസ്ഥരായി തീരുവാൻ നമുക്കിതുവരെ സാധ്യമായി തീർന്നിട്ടുണ്ടോ? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹോപ്പ്, ഇമാജിനിങ് ദ ഇംപോസിബിൾ ഫ്രം ഗോഡ്. ഇറ്റാലിയൻ സാഹിത്യകാരനായിരിക്കുന്ന ഡാൻറ്റെ എഴുതിയ ഒരു പുസ്തകമാണ് ഡിവൈൻ കോമഡി എന്നുള്ള പുസ്തകം. അതില് ഈ ഗ്രന്ഥകർത്താവായ ഡാൻറ്റെയും മറ്റൊരാളും ചേർന്ന് നരകത്തിലേക്ക് യാത്ര പോകുന്നതാണ് വർണ്ണിക്കുന്നത്. നരകത്തിന്റെ വാതിക്കൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അബാൻഡൻ ഓൾ ഹോപ്സ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു. നരകം ഈസ് ഈക്വൽ ടു പ്രതീക്ഷകളുടെ അസ്തമയം എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ അതിനൊരു മറുവശമുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ഈസ് ഈക്വൽ ടു പ്രതീക്ഷയുടെ മക്ഷി കൊണ്ട് എഴുതിയ സുവിശേഷമാണ് സ്വർഗം. പ്രതീക്ഷയുടെ മഷി കൊണ്ട് എഴുതിയ സുവിശേഷങ്ങളാണ് സ്വർഗം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രസിദ്ധനായ ബരാക് ഒബാമ, അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ദ ഒഡാസിറ്റി ഓഫ് ഹോപ്പ് എന്ന പുസ്തകം. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ധാരാളം കോപ്പികൾ വിറ്റഴിച്ച ഒരു പുസ്തകം. അതിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലോക ജനതയോട്, ഭാവിയെ സുന്ദരമായി കാണാൻ തക്കവണ്ണം പ്രതീക്ഷിക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇവിടെ പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നത് ഈ ധൈര്യമുണ്ടോ എന്നുള്ളതാണ്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവൻ നൽകാൻ ദൈവത്തിന് കരുത്തുണ്ട് എന്ന് പ്രതീക്ഷിക്കുവാൻ നിനക്ക് കഴിയുമോ? ഈ ചോദ്യമാണ് പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിലൊക്കെ ദൈവം നിശബ്ദനായെന്ന് തോന്നിയേക്കാം, ദൈവം ഇടപെടുന്നില്ലെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ദൈവത്തിന്റെ ഇടപെടലുകളെ, ദൈവത്തിന്റെ സാധ്യതകളെ ഭാവനാപൂർണമായി നമുക്ക് കാണുവാനുള്ള ആത്മീയമായ കരുത്ത് ഇന്നിന്റെ ആവശ്യമാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. വിശാലമായിട്ട് പറയേണ്ട കാര്യമില്ലെങ്കിലും ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കട്ടെ. ഇവിടെ തടവുകാരായി
അനേകരെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കപ്പെട്ട സ്ഥലമാണല്ലോ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. അവിടെ തടവിലാക്കപ്പെട്ടവരുടെ ഈ കാരാഗൃഹത്തിൽ അല്ലെങ്കിൽ ഈ അടഞ്ഞ മുറിക്കുള്ളിൽ പലപ്പോഴും അവർക്ക് സൂര്യപ്രകാശം പോലും കടന്നു വരാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അരണ്ട വെളിച്ചത്തിൽ ചില കുറിപ്പുകളൊക്കെ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ആളുകൾ എഴുതി വെച്ചത്, ചുവരുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് പിന്നീട് ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരാൾ എഴുതി വെച്ച ഒരു കുറിപ്പ് ഇപ്രകാരമാണ്: സൂര്യപ്രകാശം കടന്നു വരുന്നില്ലെങ്കിലും ഞാൻ സൂര്യനിൽ വിശ്വസിക്കുന്നു, നിശബ്ദനാണെങ്കിലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. സൂര്യപ്രകാശം കടന്നു വരുന്നില്ലെങ്കിലും ഞാൻ സൂര്യനിൽ വിശ്വസിക്കുന്നു, നിശബ്ദനാണെങ്കിലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. ഓരോ ദിവസവും നിരവധി കഴുമരങ്ങൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അന്ന് പേര് വിളിക്കുന്നവർക്ക് കഴുമരത്തിലേക്ക് കയറി അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അനുഭവങ്ങളാണ്. എന്നാൽ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ചരിത്രം, ഏലി വിൽസൺ എന്ന് പറയുന്ന ചരിത്രകാരൻ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം ദ നൈറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അല്ലെങ്കിൽ അദ്ദേഹം താമസിച്ച കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ധാരാളം ആളുകൾ ഇങ്ങനെ തടവിലാക്കപ്പെട്ട കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട മുറികളിലായിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോരുത്തരുടെ പേരുകൾ വിളിക്കും, അല്ലെങ്കിൽ 1, 2, 3, 5, 10 പേരുടെയൊക്കെ പേരുകൾ വിളിക്കും. അവരുടെ ഊഴമാണെന്ന് കഴുമരത്തിലേക്ക് കയറ്റപ്പെടുക എന്നുള്ളത്. ആരാച്ചാർ വരും, അവരെ കഴുമരത്തിലേക്ക് കൊണ്ടുപോകും. അവരുടെ ജീവൻ അതുകൊണ്ട് അസ്തമിക്കും. ഓരോരുത്തരും അവരവരുടെ ഊഴത്തിനായി കാത്തിരിക്കുന്ന കാഴ്ച. പക്ഷെ എല്ലാവരുടെയും പ്രാർത്ഥന, ഈ കൂട്ടത്തിൽ 10 വയസ്സുള്ള ഒരു ബാലനുണ്ട്, അവനെ മാത്രം ഈ കഴുമരത്തിലേക്ക് ഏറ്റരുത്. കാരണം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രായമുള്ളവരാണ്, അല്ലെങ്കിൽ യുവാക്കളാണ്. അതുകൊണ്ട് തന്നെ കഴുമരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ 10 വയസ്സുകാരന്റെ ചിരികളും കളികളും അവന്റെ കുസൃതി ചോദ്യങ്ങളും അവന്റെ ഇടപെടലുകളും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആരെ പേര് വിളിച്ചാലും ഈ 10 വയസ്സുകാരൻ ഈ കഴുമരത്തിലേക്ക് കൊണ്ടുപോകരുത്, അവന്റെ നറുക്ക് വീഴരുത് എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു എന്ന ഏലി വിൽസൺ ദ നൈറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം 3 പേർക്ക് നറുക്ക് വീണു. ഈ 10 വയസ്സുകാരനായ ബാലനും മറ്റു 2 യുവാക്കളും. ഈ 3 പേരെയും ആരാച്ചാർ കഴുമരത്തിലേക്ക് കൊണ്ടുപോയി കഴുമരത്തിലേറ്റി. 2 യുവാക്കളുടെ ജീവൻ പെട്ടെന്ന് പിടഞ്ഞു തീർന്നു എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ 3 പേരെയും കഴുമരത്തിലേറ്റുമ്പോൾ കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള മറ്റുള്ളവരൊക്കെ ഉച്ചത്തിൽ നിലവിളിക്കുന്ന കാഴ്ച, ദൈവമേ ദൈവമേ നീ എവിടെയാണ്? ഈ നിലവിളിയുടെ ശബ്ദം നീ കേൾക്കുന്നില്ലേ എന്നുള്ള ഉച്ചത്തിലുള്ള നിലവിളികളാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ഉയർന്നു വന്നത്. ഈ 2 യുവാക്കളുടെയും ജീവൻ പെട്ടെന്ന് പൊലിഞ്ഞു തീർന്നുവെങ്കിലും 10 വയസ്സുള്ള ബാലന്റെ ജീവൻ പോകാൻ അല്പം താമസമെടുത്തു. എല്ലാവരുടെയും അലറി വിളിച്ചുള്ള നിലവിളികൾ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ അല്പം ശാന്തത. ഈ ശാന്തതയില് ഏലി വിൽസൺ പറയുകയാണ് ദ നൈറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ, ഈ ശാന്തതയിൽ ഞാനൊരു ശബ്ദം കേട്ടു, ദൈവം ദൈവം ബാലനോടുകൂടെ, ദൈവം ദൈവം ബാലനോടുകൂടെ. പ്രിയമുള്ളവരെ, ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിശബ്ദനാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ നിശബ്ദനായി കൂടെയിരിക്കുന്ന ദൈവത്തിന്റെ സാധ്യതകളെ തിരിച്ചറിയുവാനുള്ള ഒരു ആത്മീയമായ കരുത്ത് വിശ്വാസികളായി നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ദ ആബ്സെൻസ് ഓഫ് ഹോപ്പ്, ഇമാജിനിങ് ദ ഇംപോസിബിൾ ഫ്രം ഗോഡ്. രണ്ടാമതൊരാശയം കൂടെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ഒന്നാമത് ഞാൻ പറഞ്ഞ ആത്മീയ ശൈലി ഇമാജിനേറ്റീവ് സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തെ ആത്മീയത എന്ന് പറയുന്നത് ഇമ്മനന്റ് സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ്. ഒന്ന് ഭാവനാപൂർണമായ ആത്മീയതയാണെങ്കിൽ രണ്ടാമത്തേത് അന്തർലീനമായ ആത്മീയത, ഇമ്മനന്റ് സ്പിരിച്വാലിറ്റി. അല്പം കൂടെ വിശാലമായി ഇതിനെ ഒന്ന് വർണ്ണിക്കുകയാണെങ്കിൽ, we are called to be missionaries through visionaries with immanent spirituality. We are called to be missionaries through visionaries with immanent spirituality. ദൈവജനമായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മിൽ അന്തർലീനമായ ആത്മീയത കൊണ്ട് ദർശനങ്ങളെ കാണുവാനുള്ള വലിയ നിയോഗവുമായിട്ടാണ്. ഈ ബോധ്യം പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഈ ആശയം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്,
അല്ലയോ പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ പറയുന്നു, നിനക്ക് സകലവും അറിയാമല്ലോ. ഇത് പറയുമ്പോൾ തന്നെ അസ്ഥികളോട് ത്വക്കുകളും മാംസവും ഞരമ്പുകളും ഒക്കെ വന്നു ചേരുന്ന കാഴ്ച ഈ പ്രവാചകൻ കാണുകയാണ്. പക്ഷെ അവിടെ നാം വായിക്കുന്നുണ്ട്, എല്ലാ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഈ അസ്ഥികളോട് വന്ന് ചേർന്നുവെങ്കിലും ശ്വാസം വന്നില്ല എന്ന് അവിടെ കാണുന്നു. അതുകൊണ്ട് അവർക്ക് ജീവൻ ഉണ്ടായില്ല. ശ്വാസം വന്നില്ല, അതുകൊണ്ട് അവർക്ക് ജീവൻ ഉണ്ടായില്ല. ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനോട് പറയുകയാണ്, 4 ദിക്കുകളിൽ നിന്നും കാറ്റുകൾ വരുവാൻ നീ ആജ്ഞാപിക്കുക. ഈ കാറ്റുകൾ വന്ന് നിഹതന്മാരിൽ മേൽ ഊതട്ടെ. അപ്പോൾ ഈ ശ്വാസം അവരുടെ മേൽ വന്ന് അവർ ജീവൻ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനോട് പറയുകയാണ്. പിന്നീട് നാം കാണുന്നത്, കാറ്റ് കടന്നു വന്ന് നിഹതന്മാരിലേക്ക് കടന്ന് അവരിലേക്ക് ശ്വാസമായി പ്രവഹിച്ച വലിയ സൈന്യമായി തീരുന്ന മനോഹരമായ ഒരു ദർശനം യെഹെസ്കേൽ പ്രവാചകൻ കാണുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഈ ശ്വാസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ പദം വേദപുസ്തകത്തിൽ ധാരാളം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് ശ്വാസം എന്ന പദം. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ, ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ ഈ പദം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനെ മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ട് ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നാണ് തിരുവചനത്തിൽ നാം വായിക്കുന്നത്. റൂവ എന്ന പദമാണ് എബ്രായ പദമായിട്ട് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു പര്യായ പദം എന്ന് പറയുന്ന ആത്മാവ് എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് ശ്വാസം എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നാണ്. അതായത് ജീവൻ മനുഷ്യനുണ്ടാകണമെങ്കിൽ ശരീരവും മജ്ജയും മാംസവും ത്വക്കും അസ്ഥിയും ഒന്നും മാത്രം ചേർന്നാൽ പോരാ, ദൈവത്തിന്റെ ജീവശ്വാസം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനായി തീരാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. കാറ്റ് നമുക്കറിയാം, കാറ്റിന് വലിയ ശക്തി ഉള്ളതാണ്. എന്നാൽ ശ്വാസത്തിന് അത്ര വലിയ ശക്തിയില്ല. ഒരു കരിയില പോലും ചിലപ്പോൾ ഊതി പറപ്പിക്കാൻ നമ്മുടെ ശ്വാസം കൊണ്ട് കഴിയുകയില്ല. എന്നാൽ ഇതിന് രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ട്. കാറ്റിന് അങ്ങനെ ശക്തി ഉണ്ടെങ്കിലും മനുഷ്യ ജീവിതത്തിൽ, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ, കാറ്റിനേക്കാൾ വളരെ വിലയേറിയതാണ് ഈ നാം കാണുന്ന ചെറുത് എന്ന് കാണുന്ന ശ്വാസം എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അതായത് ശ്വാസം എന്ന് പറയുന്നത് ജീവന്റെ താളമാണ്. അത് പ്രാണനാണ്, പ്രാണവായു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നാം ജീവനുള്ളവരായി തീരണമെങ്കിൽ ഈ ശ്വാസം നമ്മിലൂടെ ഇടമുറിയാതെ പ്രവഹിച്ചുവെങ്കിൽ മാത്രമേ ജീവനുള്ള മനുഷ്യനായി തീരാൻ നമുക്ക് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇത് വലിയ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും അധികം മനുഷ്യൻ ആവശ്യപ്പെട്ടത്, ആഗ്രഹിച്ചത് എന്ന് പറയുന്നത് ശ്വാസമുള്ളവനായി, പ്രാണനുള്ളവനായി ജീവിക്കണമെന്നുള്ളതാണ്. കാരണം തെരുവീതികളിൽ, നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ നാം കണ്ടു, ഒരിറ്റ് പ്രാണവായുവിനായി, ജീവൻ നിലനിർത്താൻ ഒരിറ്റ് ശ്വാസത്തിനായി നിലവിളിക്കുന്ന മനുഷ്യന്റെ നിലവിളികൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറിപ്പോയിട്ടില്ല. കാരണം ജീവൻ നിലനിർത്തണമെങ്കിൽ ഈ ശ്വാസം അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും ഈ ശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവശ്വാസമാണ് നമ്മിലൂടെ ഒഴുകുന്നത്, പ്രവഹിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനുഷ്യൻ പലപ്പോഴും മനസ്സിലാക്കാറില്ല. ഈ ഒരു തത്വം മനുഷ്യനെ അല്പം കൂടെ ഗൗരവത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടെയാണ് കോവിഡ് എന്ന മഹാമാരി വന്നത് എന്ന് പറയുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. കാരണം ഈ പ്രാണന് വലിയ വിലയൊന്നും, അല്ലെങ്കിൽ ജീവശ്വാസത്തിന് വലിയ വിലയൊന്നും ഇല്ലാതിരുന്ന സാഹചര്യം നമുക്കറിയാം. എന്നാൽ പ്രാണവായു ഇന്ന് കഴുത്തിൽ തൂക്കിക്കൊണ്ട് നടക്കുന്ന കാഴ്ച പലപ്പോഴും നാം കണ്ടു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ശ്വാസം എന്ന പദം, ഞാൻ പറഞ്ഞല്ലോ, ആത്മാവ് എന്നും അതിന് പദമുണ്ട്. പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന വേദപുസ്തകത്തിലെ മെറ്റഫറുകളിൽ വളരെ അതിപ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മെറ്റഫറാണ് ശ്വാസം എന്ന പദം, റൂവ എന്ന പദം. അതുകൊണ്ട് ശരീരത്തിൽ ത്വക്കും അസ്ഥിയും മാംസവും മജ്ജയും ഞരമ്പുകളും മാത്രം വന്നാൽ അവൻ ജീവനുള്ള മനുഷ്യനായി തീർന്നു എന്നതിന് അർത്ഥമില്ല. ഹ്യൂമൻ ബീയിങ് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ആത്മീയതയിൽ
ഈ ഹ്യൂമൻ ബീയിങ് ശരീരത്തിൽ ത്വക്കും അതോടൊപ്പം തന്നെ മജ്ജയും മാംസവും ഒക്കെ ഉണ്ടെങ്കിലും മനുഷ്യ ശരീരം രൂപപ്പെട്ടുവെങ്കിലും ജീവനുള്ള ദേഹിയായി അവൻ തീരണമെങ്കിൽ ദൈവത്തിന്റെ ജീവശ്വാസം അവനിലൂടെ ഒഴുകിയാൽ മാത്രമേ ജീവനുള്ള ദേഹിയായി തീരാനായിട്ട് അവന് കഴിയുകയുള്ളൂ. ഈ പരമ യാഥാർത്ഥ്യം നാം ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് പാടില്ല. നിരന്തരമുള്ള നമ്മുടെ ശ്വാസത്തിന്റെ പ്രവാഹമാണ് നമ്മിലെ ജീവന്റെ അടിസ്ഥാനം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ ശ്വാസം ആര് തന്നതാണെന്നറിയാമോ? ദൈവം നൽകിയ യാഥാർത്ഥ്യമാണ്, ദൈവം നൽകിയ ദാനമാണ്. ഇത് ആദ്യ മനുഷ്യന് തന്നെ ദൈവം കൊടുത്തതാണ്. ജീവനുള്ള ദേഹിയായി തീരുവാൻ അവന്റെ മൂക്കിലേക്ക് ദൈവം ജീവശ്വാസം ഊതിക്കയറ്റുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, ഈ ഊതിക്കയറ്റിയ ജീവശ്വാസം ആത്മാവ് പരിശുദ്ധാത്മ ചൈതന്യത്തിന് അവൻ പാപം ചെയ്തതുകൊണ്ട് തന്നെ അതിന്റെ ശുദ്ധിക്ക് വൈകൃതം സംഭവിക്കുക. പിന്നീട് അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണല്ലോ കാൽവറിയുടെ കൽത്തളത്തിൽ പ്രാണപ്രിയനായ നമ്മുടെ കർത്താവ് പ്രാണവായുവിനെ വീണ്ടും നമുക്ക് നൽകുന്നതിന് വേണ്ടി ജീവന്റെ ഇടമുറിയാത്ത പ്രവാഹം നമ്മുടെ ജീവിതത്തിന് നൽകുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നത്. അതുകൊണ്ടാണ് മാമോദീസ മുങ്ങുമ്പോൾ, മാമോദീസ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം എന്താ അതിന്റെ അർത്ഥം. കർത്താവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കുചേരുന്ന കൂദാശിയാണ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ മരണത്തിൽ പങ്കുചേരുന്ന മാമോദീസായിലൂടെ ഒരു പൈതൽ ക്രിസ്തുവിന്റെ മകനായി മകളായി തീരുമ്പോൾ അവിടെ ചെയ്യുവാനുള്ളൊരു കർമ്മമായി പിതാക്കന്മാർ എഴുതി വെച്ചിട്ടുള്ളതാണ്. പ്രാർത്ഥനയിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തി, നിന്റെ ഏകപുത്രൻ വിശുദ്ധ ശിഷ്യന്മാരുടെ മേൽ ഊതിയതായ ദൈവിക ശ്വാസം കർത്താവെ ഇവന് ഇവൾക്ക് നൽകണമേ. ശ്ലീബ ആകൃതിയിൽ പുരോഹിതൻ കർത്താവിന്റെ ജീവശ്വാസം ശിഷ്യന്മാരുടെ മേൽ കർത്താവ് ഊതിയതായ ജീവശ്വാസം വീണ്ടും അവന്റെ മേൽ ഊതുകയാണ്. എന്തിനു വേണ്ടിയാണ്? അസ്തമിച്ചു പോകാത്ത, തീർന്നു പോകാത്ത, ഇടമുറിയാത്ത ജീവന്റെ ചൈതന്യമുള്ള പ്രവാഹമായി മനുഷ്യ ജീവിതം, വിശ്വാസ ജീവിതത്തിൽ ഈ പൈതൽ മാറ്റപ്പെടുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ മാമോദീസ ഏറ്റ് ക്രിസ്തുവിന്റെ മകനായ മകളായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ അവൻ പഴയ സൃഷ്ടിയല്ല, പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിന്റെ പുതിയ ജീവനിൽ അവൻ അനുദിനം ചലിക്കുന്നവനാണ് എന്നാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന അനുഭവം ഇതിന് തുല്യമായ ഒരു കൂദാശയാണ്. ജീവന്റെ ചൈതന്യം നമ്മിലൂടെ ഇടമുറിയാതെ പ്രവഹിക്കുവാൻ നമുക്ക് നൽകുന്ന ആത്മീയ ഔഷധങ്ങളിൽ ഒന്നാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് വിശുദ്ധ മാമോദീസായും വിശുദ്ധ കുർബാനയും അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ ജീവചൈതന്യത്തിൽ, ആത്മചൈതന്യത്തിന്റെ ഇടമുറിയാത്ത പ്രവാഹമായി ഈ ലോകത്തിൽ ഒഴുകുവാനുള്ള നിയോഗമാണ് അവന് ലഭിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത്? പലരുടെയും ചിന്ത ഈ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും, ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാകണം. അതല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. The more we receive the Holy Communion, the more we become Christ-like. എത്രയും പ്രാവശ്യം നാം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുവോ അത്രയും പ്രാവശ്യം ക്രിസ്തുവായി തീരുവാനുള്ള ഒരു വലിയ ആത്മചൈതന്യത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവായി തീരുകയാണ്. ക്രിസ്തുവിന്റെ ആകുന്ന തലയോളം നാം വളരുകയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം എഴുതി വെച്ചത്, അയോഗ്യമായി അപ്പമോ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവൻ ശിക്ഷാവിധിക്ക് യോഗ്യനാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പരിശുദ്ധനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ശരീരമെന്ന് പറയുന്നത് കേവലം അസ്ഥിയും മജ്ജയും മാംസവും ഞരമ്പുകളും ത്വക്കുകളും മാത്രമുള്ള
ഒരു ശരീരത്തിന്റെ അവയവവും രൂപവും മാത്രമല്ല, ദൈവത്തിന്റെ ജീവശ്വാസം ചൈതന്യമായി, ആത്മചൈതന്യമായി ഇടമുറിയാതെ നമ്മിലൂടെ ഒഴുകേണ്ടവരാണെന്നുള്ള ആത്മബോധം, അവബോധം ഒരു ആത്മീയ മനുഷ്യനുണ്ടാകണം. ഇതില്ലാതെ പലപ്പോഴും പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ബീയിങ് ഹ്യൂമൻ ആയിത്തീരുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതായത് ശരീരവും മജ്ജയും മാംസവും ഒക്കെ ഉണ്ടെങ്കിൽ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ജീവനുള്ള ബീയിങ് ഹ്യൂമനായി വളരാൻ പലപ്പോഴും പലർക്കും കഴിയുന്നില്ല. മനുഷ്യൻ എന്ന് പേര് വിളിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു മിസ്റ്റിക് പോയത്തിൽ ഇപ്രകാരം പാടുന്നുണ്ട്: ഐ ആം എ ഹോൾ ഇൻ എ ഫ്ലൂട്ട് ദാറ്റ് ദ ക്രൈസ്റ്റ് ബ്രത്ത് ഗോസ് ത്രൂ. ഒരു ഓടക്കുഴലിലെ ദ്വാരമായ എന്നിലൂടെ ക്രിസ്തുവിന്റെ ശ്വാസം നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകമാകുന്ന ഓടക്കുഴലിലെ ഓരോ ചെറിയ ദ്വാരങ്ങൾ മാത്രമാണ് ഞാനും നിങ്ങളും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഈ ലോകം സുന്ദരമാകണമെങ്കിൽ, നാം സുന്ദരമാകണമെങ്കിൽ, നമുക്ക് ചുറ്റുമുള്ളവര് സുന്ദരമാകണമെങ്കിൽ ഈ ചെറിയ ദ്വാരങ്ങളാകുന്ന നമ്മുടെ ജീവിതത്തിലൂടെ ശ്വാസത്തിന്റെ, ആത്മചൈതന്യത്തിന്റെ ഇടമുറിയാത്ത പ്രവാഹം ഉണ്ടാകണം. അപ്പോൾ മനോഹരമായ സംഗീതങ്ങളൊക്കെ ഈ ലോകം രൂപാന്തരപ്പെടും. നാം രൂപാന്തരപ്പെടുന്നതോടൊപ്പം ഈ ലോകവും രൂപാന്തരപ്പെടും. ഇതാണ് അന്തർലീനമായ ആത്മീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലൈഫ് ഈസ് ആൻ ഇന്റർവെൽ ബിറ്റ്വീൻ ബർത്ത് ആൻഡ് ഡെത്ത് എന്നാണല്ലോ പറയുന്നത്. മരണത്തിനും അല്ലെങ്കിൽ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരിടവേള ആണ് ലൈഫ്, ജീവിതം എന്നാണ് പറയുന്നത്. എന്താണ് ബർത്ത് എന്ന് പറഞ്ഞാൽ? ശ്വാസം എടുക്കാനുള്ള ആദ്യത്തെ പരിശ്രമം. എന്താണ് ഡെത്ത് എന്ന് പറഞ്ഞാൽ? ശ്വാസം നിലനിർത്താനുള്ള അവസാനത്തെ മനുഷ്യന്റെ പരിശ്രമം. ബർത്ത് എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കാനുള്ള ആദ്യത്തെ അവന്റെ പരിശ്രമം. ഡെത്ത് എന്ന് പറഞ്ഞാൽ ആ ശ്വാസം നിലനിർത്താനുള്ള അവന്റെ അവസാനത്തെ പരിശ്രമം. ഇതിനിടയിലുള്ള മനുഷ്യജീവിതം, അത് പരിശുദ്ധാത്മ ചൈതന്യത്തിന്റെ ഇടമുറിയാത്ത പ്രവാഹമായി ഒരു പൂർണ്ണ മനുഷ്യനായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരണം. നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ ഒരാളെ കാണുമ്പോൾ പരസ്പരം അഭിവാദ്യം ചെയ്യുന്ന ഒരു പദമാണ് നമസ്തേ എന്ന പദം. വളരെ സുപരിചിതമാണ്. ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയും, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയും. പക്ഷേ പൗരസ്ത്യ ആത്മീക ചിന്തയിൽ വളരെ അർത്ഥവത്തായ ഒരു അഭിവാദനമാണ് നമസ്തേ എന്ന പദം. ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു പദവും അത് തന്നെയാണ്, ഗുഡ് മോർണിംഗിനേക്കാളും ഗുഡ് ഈവനിങ്ങിനേക്കാളും ഒക്കെ. കാരണം അത് പൗരസ്ത്യ ആധ്യാത്മികതയുടെ ചൈതന്യവുമായി വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പദമാണ്. നമ്മുടെ ഹൈന്ദവ ചിന്തയിലാണ് ഇത് കാണുന്നതെങ്കിലും പൗരസ്ത്യ ആധ്യാത്മികതയുടെ പൗരസ്ത്യ ദേശത്തിന്റെ ഒരു സവിശേഷ ആത്മീയ സവിശേഷതയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഒരാളെ കാണുമ്പോൾ നാം കൈകൂപ്പി നമസ്തേ എന്ന് പറയുകയാണ്. എന്താ ഇതിന്റെ അർത്ഥം? എന്റെ മുമ്പിൽ നിൽക്കുന്ന നിന്നിലുള്ള ആത്മചൈതന്യത്തെ ഞാൻ നമിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പലപ്പോഴും ഇതൊന്നും അറിയാതെയാണ് നാം ഈ പ്രവൃത്തിയും ഈ അഭിസംബോധനയൊക്കെ നടത്തുന്നത്. എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ അപരനായ മനുഷ്യന്റെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ ഞാൻ നമിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഒരു അവബോധം നമുക്കില്ല. നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവചൈതന്യത്തെ മനസ്സിലാക്കാനുള്ള ആത്മബോധം നമുക്കുണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ നമ്മിലൂടെ പ്രവഹിക്കുന്ന ജീവചൈതന്യത്തിന്റെ ഉറവ അത് ദൈവത്തിന്റെ അസ്തിത്വമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ അസ്തിത്വത്തിൽ നിന്ന്, ദൈവത്തിന്റെ ഉണ്മയിൽ നിന്ന് വേറിട്ടൊരു അസ്തിത്വം നമുക്കില്ല, നിലനിൽപ്പ് നമുക്കില്ല. ക്രിസ്തുവിനെ നീ അനുഭവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു നിലനിൽപ്പല്ലാതെ ഒരു വിശ്വാസിക്ക് മറ്റൊരു നിലനിൽപ്പില്ല. എങ്കിൽ മാത്രമേ പൂർണ്ണ മനുഷ്യനെന്ന് അവനെ വിശേഷിപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്റെ വാക്കുകൾ അധികമായി ദീർഘിപ്പിക്കുന്നില്ല. ക്രൂശിൽ കിടക്കുന്ന യേശു പറയുന്നുണ്ട്, സകലവും നിവൃത്തിയായി. യേശുവിനെ കുറിച്ച് പറയുന്നത്, ഹി വാസ് നോട്ട് ഓൾഡ് ഇനഫ് ടു ഡൈ ബട്ട് ഹി വാസ് മച്ചുവർ
ഇനഫ് ടു ഡൈ എന്നാണ്. മരിക്കാൻ തക്ക പ്രായം യേശുവിനുണ്ടായിരുന്നില്ല, നമുക്കറിയാം. പക്ഷേ മരിക്കാൻ തക്ക പാകതയും പക്വതയും മച്യൂരിറ്റി യേശുവിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്ന യേശു വിളിച്ചു പറഞ്ഞത്, ഇതാ സകലതും നിവൃത്തിയായി. ലോകം ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ കണ്ടിട്ട് പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ, ദ മാൻ എക്സിഹോമോ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ദ മാൻ, പരിപൂർണനായ മനുഷ്യൻ. പൂർണ്ണ മനുഷ്യനായി ജനിച്ച് പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് വളർന്ന് പൂർണ്ണ മനുഷ്യനായി മരണമടയുന്ന യേശുവിനെയാണ് കാൽവറയിൽ കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുവിന്റെ ചൈതന്യത്തിൽ പങ്കുകാരാകുന്ന മാമോദീസായിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഈ ക്രിസ്തുവിന്റെ ചൈതന്യത്തിൽ പങ്കുകാരാകുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതും ഇതേ ഇമ്മനന്റ് സ്പിരിച്വാലിറ്റിയാണ്. ക്രിസ്തുവിൽ അന്തർലീനമായിരിക്കുന്ന അതേ ആത്മീയതയുടെ ഉറവിടം നമ്മിൽ നിന്നും ചൈതന്യമായി ഒഴുകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ കഴിയണം. പൂർണ്ണ മനുഷ്യനായി ജനിച്ചുവെങ്കിൽ, നമുക്കറിയാം, ഒരു കുഞ്ഞു പിറക്കുമ്പോൾ പൂർണ്ണ മനുഷ്യനായിട്ടാണ് പിറക്കുന്നത്. പക്ഷെ നമ്മളോട് ജീവിച്ചു കഴിയുമ്പോഴോ അവന്റെ മനുഷ്യത്വം മുഴുവനും നഷ്ടമായി പോകുന്ന സാഹചര്യം. പ്രിയമുള്ളവരെ, പൂർണ്ണ മനുഷ്യനായി ജനിക്കുന്നവൻ പൂർണ്ണ മനുഷ്യത്വത്തിൽ വളർന്ന പൂർണ്ണ മനുഷ്യനായി ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി തീർന്നതുപോലെ ആത്മചൈതന്യത്തിന്റെ ഉടമയായി ഈ ലോകത്തിൽ വെച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് കടന്നു പോകുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അന്തർലീനമായ ആത്മീയത, അത് ക്രിസ്തുവിന്റെ ആത്മീയതയാണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുള്ളൂ. We are called to be different, to make substantial difference in the world with Christ. We are called to be different, to make substantial difference in the world with Christ. ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തെ മുഴുവനും പരിവർത്തിക്കപ്പെടുവാനായി വിളിക്കപ്പെട്ട ദൈവജനമാണെന്നുള്ള, വേർതിരിക്കപ്പെട്ട ദൈവജനമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമുക്ക് ദൈവം നൽകിയ ജീവശ്വാസത്തിലൂടെ ആത്മചൈതന്യം ഉണ്ടാകണം. നമുക്ക് ചുറ്റുമുള്ളവരും ക്രിസ്തുവിന്റെ ജീവന്റെ സമൃദ്ധിയിൽ വളരുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിച്ചുകൊണ്ട്. ഭാരതം കണ്ട മഹാനായ തച്ചനായിരുന്നു പെരുന്തച്ചൻ. പെരുന്തച്ചനെ കുറിച്ച് ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ്. ഐതിഹ്യമാകാം, കഥയാകാം, സംഭവമാകാം, എന്തുമാകട്ടെ, ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെരുന്തച്ചൻ ഒരിക്കൽ കാട്ടിൽ നിന്ന് ഒരു കടുമരം വെട്ടിയെടുത്തിട്ട് അതുകൊണ്ട് ഒരു പക്ഷി ഉണ്ടാക്കി. എന്നിട്ട് രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, രാജാവേ, ഈ കാട്ടിൽ നിന്ന് വെട്ടിയ കടുമരം കൊണ്ട് നിർമ്മിച്ച ഈ പക്ഷിയെ തൊട്ടാൽ പക്ഷി പറക്കും. രാജാവ് ചോദിച്ചു, എങ്ങനെയാണ് സാധ്യമാകുന്നത്? സചേതനമല്ലാത്ത, ചലിക്കാൻ കഴിയാത്ത ഒരു വസ്തു കൊണ്ട് നിർമ്മിച്ച ഈ പക്ഷിക്ക് എങ്ങനെ ജീവനുണ്ടാകും, പറക്കാൻ കഴിയും? പെരുന്തച്ചൻ പറഞ്ഞു, രാജാവേ, ഞാൻ പറഞ്ഞ സത്യമാണ്. ആത്മചൈതന്യമുള്ള, ആത്മശുദ്ധിയുള്ള ഒരു സ്ത്രീ തൊട്ടാൽ പക്ഷി പറക്കും. രാജാവ് കരുതി തന്റെ രാജ്യത്തിൽ ആത്മശുദ്ധിയുള്ള, ആത്മചൈതന്യമുള്ള സ്ത്രീയെ അന്വേഷിച്ചു പോകുന്നത് നാണക്കേടാണ്. കാരണം തന്റെ കൊട്ടാരത്തിൽ തന്നെ ധാരാളം സ്ത്രീകളുണ്ട്. അതുകൊണ്ട് രാജാവ് പറഞ്ഞു കെട്ടിലമ്മയോട്, നീ കുളിച്ചൊരുങ്ങി കസവ് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മുല്ലപ്പൂ ചൂടിക്കൊണ്ട് കടന്നു വന്ന് ഈ അച്ഛൻ തന്നിരിക്കുന്ന ഈ പക്ഷിയെ തൊഴണം. കെട്ടിലമ്മ കുളിച്ചൊരുങ്ങി കടന്നു വന്ന് രാജാവിന്റെ മുമ്പിലിരുന്ന പക്ഷിയെ തൊട്ടു. പക്ഷേ പക്ഷി പറന്നില്ല. രാജാവ് ശുഭതനായി പെരുന്തച്ചനോട് ചോദിച്ചു, നീ പറഞ്ഞത് അസത്യമാണ്. പെരുന്തച്ചൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യമാണ്. പക്ഷെ ആത്മചൈതന്യമുള്ള സ്ത്രീ തൊട്ടാൽ മാത്രമേ പക്ഷി പറക്കുകയോ? രാജാവ് ചോദിച്ചു, ആരാണ് നീ കാണുന്ന ആത്മചൈതന്യമുള്ള സ്ത്രീ? പെരുന്തച്ചൻ പറഞ്ഞു, ഞാൻ ഓരോ സൃഷ്ടികർമ്മങ്ങളും നടത്തുമ്പോഴും എൻ്റെ സഹധർമ്മിണി, എൻ്റെ ഭാര്യ, അവൾ വ്രതമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവൾക്ക് ആത്മചൈതന്യമുണ്ട്, ആത്മാവിന്റെ സവിശേഷതകൾ ജീവിക്കുന്നവളാണ്. എനിക്കത് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് അവൾ വന്ന് തൊട്ടാൽ പക്ഷി പറക്കും. രാജാവ് ആളയച്ച് പെരുന്തച്ചന്റെ ഭാര്യയെ വിളിച്ചു. അവൾ കുളിച്ചൊരുങ്ങി വന്ന രാജാവിന്റെ മുമ്പിൽ പെരുന്തച്ചൻ നിർമ്മിച്ചു വെച്ച കടുമരം കൊണ്ട് നിർമ്മിച്ച പക്ഷിയെ തൊട്ടു. പക്ഷി പറന്നു എന്നാണ് ഐതിഹ്യത്തിൽ വായിക്കുന്നത്. ഐതിഹ്യമാകാം, കഥയാകാം, സംഭവമാകാം, എന്തുമാകട്ടെ. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു വലിയ സന്ദേശമുണ്ട്. ആത്മചൈതന്യമുള്ള മനുഷ്യർക്ക് മാത്രമേ മറ്റുള്ളവരുടെ
ജീവിതത്തിലേക്ക് ജീവന്റെ സമൃദ്ധി നൽകുവാനായിട്ട് കഴിയുള്ളൂ. അത് ജീവൻ നഷ്ടപ്പെട്ടവർക്കായാലും ആത്മചൈതന്യം, ക്രിസ്തുവിന്റെ ശ്വാസം ഇടമുറിയാതെ പ്രവാഹമായി ഒഴുകുന്നവരിൽ മറ്റുള്ളവരിലേക്ക് കൂടെ ഈ ആത്മചൈതന്യം വിതറുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഉത്സവത്തിന്റെ ഒടുക്കത്തിൽ മഹാദിവസത്തിൽ നിന്നുകൊണ്ട് യേശു തമ്പുരാൻ പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എന്താ ഇതിന്റെ അർത്ഥം? ക്രിസ്തുവിൽ നിന്ന് പാനം ചെയ്യുന്നവന്റെ ഉള്ളിൽ നിന്ന്, ക്രിസ്തുവിലായിരിക്കുന്ന ആത്മചൈതന്യമുള്ള മനുഷ്യനിൽ നിന്ന് ക്രിസ്തു എങ്ങനെ സ്നേഹത്തിന്റെ, കരുതലിന്റെ, കരുണയുടെ ഇടമുറിയാത്ത പ്രവാഹമായി ഒഴുകിയോ അതുപോലെ ഒഴുകും എന്നുള്ള വാഗ്ദാനമാണ് ക്രിസ്തു നൽകിയത്. യുദ്ധത്തിൽ പരാജയപ്പെട്ട രാവണൻ രാമനോട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. രാവണൻ ചോദിക്കുന്നുണ്ട്, അല്ലയോ രാമ, നിന്നേക്കാൾ ആൾബലം എനിക്കുണ്ട്, നിന്നേക്കാൾ ആയുധ ബലം എനിക്കുണ്ട്, നിന്നേക്കാൾ ബുദ്ധിശക്തി എനിക്കുണ്ട്. കാരണം നിനക്കൊരു തല മാത്രമേ ഉള്ളൂ, എനിക്ക് 10 തലയുടെ ബുദ്ധിയുണ്ട്. പക്ഷേ അല്ലയോ രാമ, നിന്നോടുള്ള യുദ്ധത്തിൽ ഞാൻ അമ്പെ പരാജയപ്പെട്ടു പോയി. എന്താണ് അതിന് കാരണം? രാവണനോട് പറയുന്ന ശ്രദ്ധേയമായൊരു മറുപടി ഉണ്ട്. അല്ലയോ രാവണ, നിനക്ക് എന്നേക്കാൾ ആൾബലമുണ്ട്, ആയുധബലമുണ്ട്, നിനക്ക് എന്നേക്കാൾ ബുദ്ധിശക്തിയുണ്ട്. പക്ഷെ നിനക്കില്ലാതെ പോയത് ഒന്ന് മാത്രമാണ്. എന്റെ ലക്ഷ്മണനെ പോലെ ആത്മചൈതന്യമുള്ള, ഹൃദയമുള്ള ഒരു സഹോദരൻ നിനക്കില്ലാതെ പോയതാണ് നിന്റെ ജീവിതത്തിന്റെ പരാജയ കാരണം. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണം അവരിൽ അടിച്ചേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഒന്നുകിൽ നമ്മുടെ മാതാപിതാക്കളാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, അയൽക്കാരനാകാം, സുഹൃത്തുക്കളാകാം, നമുക്ക് ചുറ്റുപാടുമുള്ളവരാകാം. അവരുടെയൊക്കെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണം, അവന്റെ ജീവൻ നിലനിർത്തുവാൻ കഴിയാത്തതിന്റെ കാരണം അവന്റെ പരാജയങ്ങളാണ്, ബലഹീനതകളാണ് എന്ന് പരാതികൾ ആക്ഷേപിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. പക്ഷേ ഈ സന്ദേശം നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ക്രിസ്തുവിന്റെ, ദൈവത്തിന്റെ ആത്മചൈതന്യം പ്രവഹിക്കുന്ന ഒരു മനുഷ്യന്റെ നിയോഗമെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അതേ ചൈതന്യം, അതേ പരിശുദ്ധാത്മാവിന്റെ കൃപ, അതേ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നിന്നിലൂടെ ഇടമുറിയാതെ ഒഴുകുകയാണെങ്കിൽ നിന്റെ ചുറ്റുപാടുമുള്ളവർക്ക്, നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്റെ, ജീവന്റെ തിരസ്കരണത്തിന് മുമ്പിൽ നിനക്ക് സമൃദ്ധിയായി ജീവനെ നൽകുവാനുള്ള നിയോഗമുണ്ട് എന്നുള്ള തിരിച്ചറിവൂടെ നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, ആത്മചൈതന്യമുള്ള അപ്പനാകാൻ കഴിയണം, ആത്മചൈതന്യമുള്ള അമ്മയാകാൻ കഴിയണം, ആത്മചൈതന്യമുള്ള മക്കളാകാൻ കഴിയണം, പരിശുദ്ധാത്മ ചൈതന്യമുള്ള അയൽക്കാരനാകാൻ കഴിയണം, സുഹൃത്താകാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. ഞാനൊരു ഉദാഹരണം കൂടെ ഈ ലോകത്തിലെ പറഞ്ഞുകൊണ്ടൊരു പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ഞാനൊരിക്കൽ TV-യിൽ കണ്ട ഒരു പരിപാടിയാണ് ഡീൽ ഓർ നോ ഡീൽ എന്ന് പറയുന്ന പരിപാടി. ഇപ്പോൾ ആ പരിപാടിയില്ല. ഞാനത് തുടർച്ചയായി കാണുന്ന ഒരാൾ കൂടെ ആയിരുന്നു അന്ന്. കാരണം മനുഷ്യ ജീവിതത്തിന്റെ നിസ്സഹായതകളിലൂടെ കടന്നു പോകുന്ന അനേകരുടെ ജീവചരിത്രങ്ങൾ ഈ പരിപാടിക്കിടയിൽ അവതരിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഞാൻ അന്ന് കണ്ട പരിപാടിയിൽ ഇന്ദിര എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ചരിത്രമാണ് അന്ന് ആ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പരിപാടിയിൽ അവൾ പറയുകയാണ്, അവൾ ഒരിക്കൽ താലൂക്ക് ആശുപത്രിയുടെ വരാന്തയിൽ തന്റെ ജ്യേഷ്ഠത്തിയുടെ മകളുടെ പ്രസവാനന്തര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താലൂക്ക് ആശുപത്രിയുടെ വരാന്തയിൽ ഒരു ദിവസം രാവിലെ നിൽക്കുമ്പോൾ അവളൊരു കാഴ്ച കാണുകയാണ്. ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീക്ക് മക്കളില്ല. അവളൊരു കാഴ്ച കാണുന്നത്, അറ്റൻഡർ അതിരാവിലെ വെട്ടം വീണ് തുടങ്ങുന്നതുകൊണ്ട് ഒരു വെളുത്ത തുണിയിൽ എന്തോ പൊതിഞ്ഞുകൊണ്ട് അവളുടെ മുമ്പിലൂടെ വരാന്തയിലൂടെ പെട്ടെന്ന് നടന്നു പോവുകയാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി ഒരു ചെറിയ കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ എവിടേക്കാണ് ഈ അറ്റൻഡർ കൊണ്ടുപോകുന്നത് എന്നറിയാൻ വേണ്ടി ഈ ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീയെ പുറകെ പോവുകയാണ്. പോകുമ്പോൾ ഈ ഹോസ്പിറ്റലിന്റെ പുറകിൽ ഒരു ചെറിയ കുഴി കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ കുഴിയിലേക്ക് ആരും കാണാതെ ഈ അറ്റൻഡർ ഈ പൊതിക്കഷണം വെള്ളത്തൊടിക്കെട്ട് ഇറക്കി വെക്കുകയാണ്. ഇന്ദിര ചോദിച്ചു, ഈ കുഞ്ഞിനെ നീ ആരും കാണാതെ എന്തിനാണ് ഈ അതിരാവിലെ ഇങ്ങനെ ചെയ്യുന്നത്? അറ്റൻഡർ പറഞ്ഞു, നീ കരുതുന്ന പോലെയല്ല, ഇതൊരു മാംസപിണ്ഡമാണ്, വൈകൃതം ബാധിച്ചൊരു കുഞ്ഞാണ്. മാതാപിതാക്കൾ ഇതിനെ ഉപേക്ഷിച്ചു കളഞ്ഞു. അവരെനിക്ക് കാശ് തന്ന എത്രയും പെട്ടെന്ന് ഇതിനെ മറവ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്.
മക്കളില്ലാത്ത ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീ അറ്റൻഡറോട് ബഹളമുണ്ടാക്കി അവരെ ഭയന്ന് ഈ ഇന്ദിര ഈ കുഞ്ഞിനെ ഏറ്റുവാങ്ങുകയാണ്. വീട്ടിലേക്ക് ചെന്ന ഭർത്താവ് സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം വൈകൃതം നിറഞ്ഞൊരു കുഞ്ഞിനെ എങ്ങനെയാണ് സ്വീകരിക്കാൻ കഴിയുന്നത്? ഒരു മാംസപിണ്ഡമായിരുന്ന ഈ കുഞ്ഞിനെ ചികിത്സിക്കാൻ പോലും വകയില്ലാത്ത, സാമ്പത്തികമായി ഭദ്രതയില്ലാത്ത ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീ ചികിത്സിച്ചത് ഓട്ട് കഷ്ണങ്ങളും മരക്കമ്പുകളും ഒക്കെ കുഞ്ഞിന്റെ ശരീരത്തിന്റെ വൈകൃതങ്ങളിൽ ചേർത്ത് വെച്ച് കെട്ടി വളർത്തിയെടുക്കുകയാണ്. അന്ന് ആ പരിപാടിയെ സംബന്ധിക്കുമ്പോൾ 18 വയസ്സുള്ള കീർത്തി എന്ന് പറയുന്ന ഒരു യുവതിയെയും കൊണ്ടാണ്, അവൾ വളർത്തിയെടുത്ത ഓമന കുഞ്ഞായ കീർത്തിയെയും കൊണ്ടാണ് ആ പരിപാടി സംബന്ധിക്കുന്നത്. അല്പമൊക്കെ വൈകൃതമുണ്ട് ശരീരത്തിൽ അപ്പോഴും. പ്രിയമുള്ളവരെ, ഒരമ്മയാകാൻ മക്കളെ നൊന്ത് പ്രസവിക്കണമെന്നില്ല. ആത്മചൈതന്യമുള്ള ഏത് സ്ത്രീക്കും അമ്മയാകാൻ കഴിയും. ആത്മചൈതന്യമുള്ള ഏത് പുരുഷനും അപ്പനാകാൻ കഴിയും. ആത്മചൈതന്യമുള്ളവർക്ക് മാത്രമേ നല്ല മക്കളാകാനും നല്ല അമ്മയപ്പന്മാരാകാനും നല്ല സഹോദരനും അയൽക്കാരനുമാകുവാൻ കഴിയുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. 2 ആത്മീയതകളെ കുറിച്ചാണ് ഞാൻ ഓർപ്പിച്ചത്. ഇമാജിനേറ്റീവ് സ്പിരിച്വാലിറ്റി ആൻഡ് ഇമ്മനന്റ് സ്പിരിച്വാലിറ്റി. ഭാവനാപൂർണമായ ആത്മീയത. നമ്മുടെ ആശാഭംഗങ്ങളിൽ ദൈവത്തിന്റെ സാധ്യതകളെ ഭാവനാപൂർണമായി കാണുവാനുള്ള കരുത്ത് ദൈവമാതാവിനെ പോലെ, പിതാക്കന്മാരെ പോലെ നമുക്കുണ്ടാകണം. ദൈവമാതാവിന്റെ അങ്ങനെയുള്ള കരുത്തൊന്നും വർണ്ണിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാം സുപരിചിതമാണല്ലോ. പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഭാവനാപൂർണമായ കാഴ്ചകൾ ദൈവമാതാവ് കാണുന്ന കാഴ്ചയാണ് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അന്തർലീനമായ ആത്മീയത, ക്രിസ്തുവിനെ ഉള്ളിൽ ആവാഹിച്ചെടുക്കുന്ന ദൈവത്തിന്റെ ശ്വാസം നമ്മിലൂടെ ഒരു നദി കണക്കെ ഇടമുറിയാതെ പ്രവഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ ആത്മചൈതന്യത്തിൽ വളരുവാൻ തക്കവണ്ണം അനേകർക്ക് സമൃദ്ധമായ ജീവൻ ക്രിസ്തു നൽകിയതുപോലെ ജീവന്റെ സമൃദ്ധിയിലേക്ക് നാം വളരുവാനും നമ്മോടൊപ്പം ഈ ലോകത്തെ വളർത്തുവാനും നമുക്കെല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു അവസരം നൽകിയ ബഹുമാനപ്പെട്ട രാജനച്ഛനോടും ഈ ഇടവകയുടെ ബഹുമാനപ്പെട്ട പോൾസൺ അച്ഛനോടും അതോടൊപ്പം തന്നെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ശ്രദ്ധയോടെ ഈ ദൈവവചനം ശ്രമിച്ച എല്ലാ ആത്മീയ മക്കളോടുമുള്ള എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് സഹോദര വൈദികളായ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം വളരെ സന്തോഷം തരുന്നു. എല്ലാവരോടുമുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്തനെ
യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. ഒത്തരേ നാട്ടിലെ വാസമേകിടാൻ അൻപനും നായകൻ വന്നിടാൻ. യോഗത്തിന് നന്ദി അർപ്പിക്കുവാൻ തക്കവണ്ണം ഇടവംഗമായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട തോമസ് സാമുവേലച്ചനെ സ്വാഗതം. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ ഇടവവികാരി ബഹുമാനപ്പെട്ട രാജൻ വർഗീസച്ചൻ, നമ്മുടെ ഇടവാംഗമായ ബഹുമാനപ്പെട്ട വി വർഗീസ് ജോണച്ചൻ, വചനം ശുശ്രൂഷിച്ച ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട മാത്യു എബ്രഹാം അച്ഛൻ, ഇടവകയുടെ അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട പോൾസൺ അച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിൽ സ്ഥാപിതമായ നമ്മുടെ ദേവാലയത്തിൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വചന സന്ധ്യയിൽ നാം എല്ലാവരും ആയിരിക്കുകയാണ്. നമ്മുടെ വചന ശുശ്രൂഷയിലെ ബഹുമാനപ്പെട്ട മാത്യു എബ്രഹാം അച്ഛൻ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സൂചിപ്പിച്ചത്. ഭാവനാപൂർവമായ ആത്മീയത, ഇമാജിനേറ്റീവ് സ്പിരിച്വാലിറ്റി, ഇമിനന്റ് സ്പിരിച്വാലിറ്റി. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 3-ാം അധ്യായത്തെ 3-ാം വാക്യത്തെ അധികരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മാത്യു എബ്രഹാം അച്ഛൻ വചന ശുശ്രൂഷ നിർവഹിച്ചത്. നമ്മുടെ ആത്മീയതയുടെ ഭാവനാപൂർണത, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രതിസന്ധികളിലുള്ള ഇടപെടൽ വളരെ വിശദമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ തൻ്റെ പ്രസംഗത്തിൽ വിശദമാക്കാനായിട്ട് ശ്രമിച്ചു. ആത്മീയതയായിട്ട് നമ്മളുടെ ഈ യോഗം സ്റ്റാർട്ടാക്കാനും അതുപോലെ തന്നെ ആത്മീയമായിട്ട് നമ്മളെ സ്മാർട്ടാക്കാനും തക്കവണ്ണം നമ്മുടെ ബഹുമാനപ്പെട്ട കാര്യത്തിൻ്റെ പ്രസംഗത്തിന് സാധിച്ചു എന്നുള്ളതിന് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട രാജൻ വർഗീസച്ചനോട് ഈ യോഗത്തിൻ്റെ പേരിൽ എല്ലാവരുടെയും പേരിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വചനം ശുശ്രൂഷിച്ച ബഹുമാനപ്പെട്ട മാത്യു എബ്രഹാം കാരിക്കലച്ചൻ വളരെ കൃത്യസമയത്ത് തന്നെ എത്തുകയും ഈ യോഗത്തിൽ വളരെ നല്ല ദൂത് നൽകി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്ത ഏറ്റവും ആദരണീയനായ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി മാത്യു എബ്രഹാം അച്ഛനോടുള്ള ഇടവയുടെ പേരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് പ്രാർത്ഥന കൊണ്ടായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് ജോണച്ചൻ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ക്രമീകരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പോൾസൺ അച്ഛൻ, ഈ വന്യവൈദ്യരോടുള്ള പ്രത്യേകമായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ശ്രുതിമധുരമായ ഗാനം ആലപിച്ച് നമ്മളെ ധന്യരാക്കിയ ഈ സന്ധ്യ പുഷ്പളമാക്കിയ ഗായക സംഘത്തോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുക. കോവിഡിന്റെ പ്രതിസന്ധിയിൽ ഇത്രയധികം ആളുകൾ വന്ന് സംബന്ധിച്ച് ഈ യോഗം അനുഗ്രഹമാക്കി തീർത്ത എല്ലാവരോടും, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ഇടവേള പേരുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ വൈകിട്ട് പഴയ പതിവ് പോലെ 6 മണി സന്ധ്യാനമസ്കാരം, ഗാന ശുശ്രൂഷ, വചന ശുശ്രൂഷ ക്രമീകരിച്ച എല്ലാ ആളുകളും ഇതേ രീതിയിൽ കടന്നു വന്ന് സംബന്ധിക്കാൻ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നു. ദൂരേക്ക് പോകേണ്ടവർക്ക് വാഹനം, ബസ് ആവശ്യമുണ്ടെങ്കിൽ അവരെ അറിയിച്ചാൽ അവർക്ക് വേണ്ടി വാഹനം വിട്ടുതരുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു.
നാളത്തെ ശുശ്രൂഷയിൽ ആത്മാർത്ഥമായിട്ട് സംബന്ധിക്കാൻ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയുടെ സമാപിക്കുന്നു. എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥനയോടെ പിരിയുന്നു. ശുദ്ധമുള്ള ബാബ ശുദ്ധമായ കാത്തലാണ് രക്ഷാവായ ശുദ്ധോഹാസനങ്ങളിലുണ്ടായിരിക്കും ദൈവമായ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ ബുദ്ധന്റെയും പരിസരവാട് സംബന്ധവും സഹോസന്താനങ്ങൾ അവിടെയും ഇന്ന് പറഞ്ഞ ശുശ്രൂഷ നടത്തിയ നിങ്ങളുടെ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി മധ്യ ബംഗാളിക്ക് അച്ഛനോട് ഇത് സംബന്ധിച്ച എല്ലാവരോടും ഇടവ വികാരിമാരോടുമുള്ള കടപ്പാട് അറിയിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധവാടെയും നാമത്തിൽ തന്നെ.